السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام الأتمان الأكملان على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വിശുദ്ധ റമളാനിൻ്റെ പുണ്യപൂർണമായ ഈ 21-ാം രാവിൽ അല്ലാഹുവിൻ്റെ മസ്ജിദിൽ അവൻ്റെ കലാമും വിശുദ്ധമായ വചനങ്ങളും പാരായണം ചെയ്തുകൊണ്ട് നരകവിമോചന വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സദസ്സ് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകതയുള്ളതാണ് എന്ന് സ്വന്തത്തെയും നിങ്ങളെ ഓരോരുത്തരെയും ആമുഖത്തിൽ തന്നെ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൈലത്തുൽ ഖദ്ർ ആകുവാൻ സാധ്യതയുള്ള ഒരു രാത്രിയിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മിൽ പലർക്കും എത്രത്തോളം അറിയാം ഖദ്റിൻ്റെ രാത്രിയുടെ മഹത്വം എന്ന് നമ്മളേവരും ചിന്തിക്കേണ്ടതാണ്. 80-ലേറെ വർഷങ്ങൾ ജീവിച്ചിരിക്കുവാൻ സഹോദരങ്ങളെ നമ്മളിൽ ആർക്കാണ് സാധിക്കുക? ഇനി അഥവാ ജീവിച്ചാൽ തന്നെ 80-ലേറെ വർഷം തുടർച്ചയായി ഇടമുറിയാതെ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ ആർക്കാണ് സാധ്യമാവുക? എങ്കിൽ ഒരൊറ്റ രാത്രി മഗ്രിബ് മുതൽ സുബഹി വരെ നീളുന്ന ആ സമയത്തിൻ്റെ ഇടക്ക് നമ്മൾ ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം തുടർച്ചയായി 80-ലേറെ വർഷങ്ങൾ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇരിക്കുന്ന സമയം ഇന്ന് ഖദറിൻ്റെ രാത്രിയിലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയുള്ളൂ. ഇന്ന് മുതലുള്ള എല്ലാ രാത്രിയിലും നമ്മൾ ഏറെ പ്രതീക്ഷയിലാണ്. റഹ്മാനായ റബ്ബ് അത് സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥമായി നമ്മളത് ആ ഉദ്ദേശത്തോടുകൂടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. ഖദറിൻ്റെ രാത്രി ലഭ്യമാകുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും ഓരോ ദിവസവും മഗ്രിബ് മുതൽ അതിനു വേണ്ടി ഒരുങ്ങണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ആമുഖമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പല ആളുകളും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാതെയാണ് റമദാനിൽ കാണാറുള്ളത്. മഗ്രിബിൻ്റെ സമയം മുതൽ ആരംഭിക്കണം നമ്മൾ അതിൻ്റെ ഒരുക്കം. മഗ്രിബ് ബാങ്ക് നമ്മൾ കേട്ട് അതിന് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധ്യമാകുന്ന വിധത്തിൽ സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും അടുത്തുള്ള പള്ളി എവിടെയാണെങ്കിൽ അവിടെ എത്തുവാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടത്. പലരും സൗകര്യപൂർവ്വം വീടുകളിൽ നിന്ന് നോമ്പ് തുറക്കും. അപ്പോൾ നമുക്ക് പല പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ആ മഗ്രിബിൻ്റെ ബാങ്കൊലിക്ക്
ഉത്തരം ചെയ്യുവാൻ പലപ്പോഴും നമുക്ക് നമ്മുടെ തിരക്കുകൾ കാരണം സാധ്യമായി കൊള്ളണമെന്നില്ല. റബ്ബിന്റെ ഭവനത്തിൽ മഗ്രിബിന് മുമ്പേ നിങ്ങൾ എത്തി സ്ഥലം പിടിക്കണം. ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന മുസ്ലിമീങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനിയുള്ള ഓരോ ദിവസങ്ങളുടെയും മഗ്രിബിന് മുമ്പ് നിങ്ങൾ പള്ളികളിൽ എത്തുക. പള്ളികളിലെത്തി നിങ്ങൾ കാത്തിരിക്കുക. മഗ്രിബിന്റെ ബാങ്ക് വിളി നിങ്ങളുടെ കാതുകളിൽ ആ മസ്ജിദിൽ വെച്ച് മുഴങ്ങട്ടെ. അവിടെ നിങ്ങൾ അതിന് ഉത്തരം നൽകുക. ബാങ്ക് വിളി കേൾക്കുമ്പോഴുള്ള മര്യാദകൾ നമുക്കറിയാമല്ലോ. അതിന്റെ ശേഷം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, അതല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ലഭിച്ചേക്കാവുന്ന കാരക്കയോ വെള്ളമോ എന്താണെങ്കിൽ അത് കുടിച്ചുകൊണ്ട് അന്നത്തെ നോമ്പ് മുറിക്കുക. മഗ്രിബിന്റെ തൊട്ട് മുമ്പ് അതാ നമുക്ക് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് നമസ്കരിക്കുക. അതിന്റെ ശേഷം നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എത്ര മിനിറ്റ് ആണെങ്കിലും നമസ്കാരത്തിൽ തന്നെയാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരത്തെ പ്രതീക്ഷിച്ചുള്ള ആ ഇരിപ്പ്, നിസ്കരിക്കുന്ന അതേ പ്രതിഫലമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ദുആക്ക് ഏറെ ഇജാബത്ത് കിട്ടുന്ന വേളയാണത്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിനെ തള്ളപ്പെടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതും നമുക്ക് ലഭ്യമാകും. പിന്നെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അതാ ഇമാമിന്റെ കൂടെ തന്നെ ആദ്യ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ നമുക്ക് ചേരുവാൻ സാധിച്ചാലുള്ള പുണ്യം ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ വിശദീകരിക്കുന്നുണ്ട്. അതും നമുക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള എത്രയോ പ്രതിഫലങ്ങൾ പലപ്പോഴും നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ വീടുകളിൽ വെച്ച് നോമ്പ് തുറന്ന് നമ്മൾ പിന്നീട് നമ്മുടെ അടുത്തുള്ള പള്ളികളിലേക്ക് എത്താൻ വൈകുകയാണ്. പലപ്പോഴും അവിടെ ജമാഅത്ത് തുടങ്ങി ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം നമുക്ക് നഷ്ടമാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല സുന്നത്തുകളും നമുക്ക് നഷ്ടമാകുന്നു. അല്പം നമ്മുടെ ഭക്ഷണത്തിന്റെ ഏതാനും കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ശേഷത്തേക്ക് മാറ്റിവെക്കണമെന്ന ഒരൊറ്റ പ്രതിബന്ധം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതങ്ങ് മാറ്റിവെച്ചാൽ, കാരണം 80-ലേറെ വർഷങ്ങൾ തുടർച്ചയായ ഇബാദത്ത് ചെയ്താലും ലഭിക്കുന്നതിനേക്കാൾ മഹത്വം ഒരൊറ്റ രാവ് കൊണ്ട് ലഭിക്കുന്ന ലൈലത്തുൽ ഖദറിന്റെ ഇത്തരത്തിലുള്ള പുണ്യങ്ങൾ നമുക്ക് ഏത് പലഹാരം കൊണ്ടാണ് മറികടക്കാനാവുക? ഏത് ഭക്ഷണം കൊണ്ടാണ് നമുക്കതിനെ അതിജയിക്കാനാവുക? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗവാസികൾക്കുള്ള ഒരു കുടിനീര്, അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ഉന്നതമായ പാനീയങ്ങൾ, ഇതിലപ്പുറമാണോ നമ്മുടെ കൈകളിലുള്ള ജ്യൂസുകളും പാനീയങ്ങളും പലഹാരങ്ങളുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇനി വരുന്ന നാളുകളിലെങ്കിലും നമ്മുടെ നോമ്പുതുറകൾ ബാങ്ക് വിളി കേട്ടുകൊണ്ട് തന്നെ അതിന് ഇജാബത്ത് നൽകി റബ്ബിന്റെ ഭവനത്തിലായി തീരുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്നാണ് വിനീതമായി എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. കാരണം ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന നമ്മൾ മഗ്രിബ് ബാങ്ക് വിളിയോടുകൂടി അതിനെ ഒരുക്കത്തോടുകൂടെ തയ്യാറായി അതിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഇതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ ഇനി വരുന്ന ഓരോ രാവുകളിലും ഏറെ പ്രാധാന്യമുണ്ട്. ഒറ്റയായ രാവുകൾ മാത്രമാണെന്ന് ആരും വിചാരിച്ച് ഇരട്ടയായി വരുന്ന രാവുകളെ അവഗണിച്ചു പോകരുത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദറിന്റെ രാത്രി നിങ്ങൾ അവസാനത്തെ 10 ദിവസവും പ്രതീക്ഷിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 10 രാവുകളിൽ ഏത് രാവുകളിൽ അത് വരും എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഏത് രാവിൽ വന്നാലും അതിലൊക്കെ ഞാൻ ഉണ്ടാകണം, അതിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണമെന്ന പ്രതീക്ഷയാണ് പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടത്. മൂന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇനി വരാനുള്ള ഓരോ രാവുകളിലും നിങ്ങളുടെ കൈകളിലുള്ള എത്ര ചെറിയ തുകയാണെങ്കിലും വലിയ തുകയാണെങ്കിലും എല്ലാ രാവുകളിലും നിങ്ങൾ സദഖ ചെയ്യാൻ മറക്കരുത്. കാരണം ഖദറിന്റെ രാത്രിയിലുള്ള ഒരു സദഖ 80-ലേറെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായി വരുന്ന സദഖകൾക്ക് സമാനമായി വരുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ദിർഹമാണോ ഉള്ളത്, എത്രയാണോ ഉള്ളത്, എല്ലാ രാത്രിയിലും നിങ്ങൾ ആ പുണ്യം വിചാരിച്ചുകൊണ്ടത് സദഖകൾ ചെയ്യണം. ഖദറിന്റെ രാത്രിയിൽ ഏതെങ്കിലും ഒരു ദിർഹം അത് പെട്ടുകഴിഞ്ഞാൽ റഹ്മാനായ റബ്ബ് നമുക്ക് അതിൻ്റെതായ ഖൈർ നൽകുമല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
അതേപോലെ തന്നെ കഴിവിന്റെ പരമാവധി പള്ളികളിൽ കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക. ഇനി ഡ്യൂട്ടിയിലുള്ള ആളുകൾ നിരാശപ്പെടേണ്ടതില്ല. ഞങ്ങൾക്കൊക്കെ പകൽ തൊഴിലാണ്. രാത്രിയിൽ പള്ളിയിലിരുന്ന് ഉറക്കമഴിച്ചാൽ പകൽ ഡ്യൂട്ടിയിൽ നീതി പുലർത്താനാവില്ല. അങ്ങനെയുള്ളവർ പള്ളിയിലിരുന്ന് ഉറക്കമഴിച്ച് പകൽ ഡ്യൂട്ടിയിലെത്തി അവിടെ ഉറങ്ങി തൻ്റെ ജോലിയോട് നീതി പുലർത്താനാവില്ലെങ്കിൽ താൻ ചെയ്യുന്ന ജോലി അവിടെ തനിക്കുള്ള സൽക്കർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അത് സാധ്യമാകാത്തത് കൊണ്ടല്ലേ അവൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അള്ളാഹു അവന്റെ മനസ്സറിയും, അവന്റെ പ്രയാസമറിയും, അവന്റെ കാരണമറിയും എന്ന് റബ്ബിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു വെച്ചുകൊണ്ട് പ്രതിഫലത്തെയും പുണ്യത്തെയും നമ്മൾ നോഹിക്കുക. ഇങ്ങനെ ഏതേത് വിധത്തിൽ നമുക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി അത് ഓരോരുത്തർക്കുമാണ് അറിയുക. ഒരു കാര്യമാണ് അല്ലാഹു നോക്കുന്നത്, എൻ്റെ മനസ്സാണ് റബ്ബ് നോക്കുന്നത്. ഞാൻ അലസനാകുന്നുണ്ടോ? ഞാൻ എനിക്ക് കഴിഞ്ഞിട്ടും ഞാൻ മടി കാണിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ സമയങ്ങൾ വൃഥാവിലാക്കുന്നുണ്ടോ? എൻ്റെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും എന്നെക്കാൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. ആ റബ്ബിനറിയാം എൻ്റെ സാധ്യതകളും സാധ്യതയില്ലായ്മകളും. അതറിഞ്ഞുകൊണ്ട് പ്രതിഫലം നൽകുന്നവൻ അവനാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടേതായ മനസ്സിൻ്റെ ആ ഏറ്റവും വലിയ ത്യാഗവും പരിശ്രമവും ഉദ്ദേശശുദ്ധിയും നാഥന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുക, റബ്ബേ, എൻ്റെ സാധ്യതകൾ അനുസരിച്ചുകൊണ്ട് നിന്നിലേക്ക് അടുക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ സാധ്യതകൾ ഇത്ര മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആ റബ്ബ് പരിഹരിച്ചു തരാത്ത, ആ റബ്ബ് സ്വീകരിക്കാത്ത ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വക ആമുഖങ്ങളാണ് സഹോദരങ്ങളെ എനിക്കാദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അൽ ഇത്ഖു മിനന്നാർ, നരകത്തിയിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു മാസം പിറന്നപ്പോൾ രാത്രി നമസ്കാരങ്ങളിൽ നമ്മൾ ഇമാമുകൾ എത്രയാണ് കണ്ടമിടറിക്കൊണ്ട് പ്രാർത്ഥിച്ചത് ഞാനും നിങ്ങളും കേട്ടത്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വരിഖാബ ആബായിനാ വഉമ്മഹാതിനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ കേട്ടു. ഭക്തിയോടുകൂടെ നമ്മൾ അറിഞ്ഞവരും അറിയാത്തവരുമൊക്കെ ആമീൻ പറഞ്ഞു. എന്താണ് ആ ചോദിച്ചത്? അല്ലാഹുവേ, നീ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നാണ്. നരകത്തിയിൽ നിന്നുള്ള മോചനം കിട്ടലും പാപമോചനവും തമ്മിൽ പണ്ഡിതന്മാർ ചില വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുത്തു കിട്ടുക എന്നുള്ളതും നരകത്തിയിൽ നിന്ന് അല്ലാഹു നമ്മെ ഇത്ഖ് ചൊല്ലുക അഥവാ മോചിപ്പിക്കുക എന്നുള്ളതും ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മഗ്ഫിറത്തിനേക്കാൾ സൂപ്പർ പദവിയിലുള്ളതാണ് ഇത്ഖ് എന്നുള്ള പദവി. അതെന്താ? മഗ്ഫിറത്ത് എന്നാൽ പാപമോചനം എന്നാണ്. നമ്മൾ അല്ലാഹുവിനോട് പൊറുക്കണേ എന്ന് പറഞ്ഞു, പാപമോചനം കിട്ടി, നമുക്ക് മഗ്ഫിറത്ത് കിട്ടി. പക്ഷേ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരാം, പാപങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടാം. അങ്ങനെ തൗബയില്ലാതെ ഒരുപക്ഷേ മരിച്ചുപോയാൽ നമ്മൾ നരകത്തിയിലേക്ക് തന്നെ ചെന്നു വീഴും. അതേ അവസരത്തിൽ ഞാനും നിങ്ങളും നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരിൽ പെട്ടാലോ പിന്നെയുള്ള പ്രത്യേകത, പിന്നെ ഒരു കാലത്തും നരകത്തിയിൽ നമ്മൾ പ്രവേശിക്കില്ല എന്നുള്ളത് കട്ടായമാണ്. നരകാഗ്നി പിന്നെ നമ്മുടെ ശരീരത്തെ സ്പർശിക്കുകയില്ല. അതെന്തുകൊണ്ടെന്ന് ഉലമാ വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? പിന്നീട് ആ ഒരു പ്രത്യേക പദവിയിലേക്ക് നമ്മൾ എത്തിയാൽ, അത് അല്ലാഹുവാണ് അറിയുന്നവൻ. ആ പദവിയിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളിൽ നിന്ന് ഏതെങ്കിലും പാപങ്ങൾ സംഭവിച്ചാൽ തന്നെ ഉടനെ തൗബ ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യും. ഒന്ന്. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇനി ശിഷ്ടകാലം നരകത്തിയുടെ വക്താക്കളായി മാറുന്ന വിധത്തിലുള്ള പാപങ്ങൾ ഏതൊക്കെയാണോ ആ പാപങ്ങൾ വരാതെ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും എന്ന്. ഈ വിധത്തിൽ ഏത് വിധേനയായാലും ഇത്ഖ് മിനന്നാർ കിട്ടിക്കഴിഞ്ഞാൽ നരകം പിന്നെ നമ്മുടെ ശരീരത്തിന് നിഷിദ്ധമായി. ആ പദവിയാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുവേ നീ
ഞങ്ങളെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന്, നീ ഞങ്ങളെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന്. നമുക്കറിയാം ഈ ഇത്ഖ് എന്ന് പറയുന്നത് ഈ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലുമൊക്കെ നോക്കിയാൽ നമ്മുടെ അറബ് നാടുകളിൽ അടിമകളെ മോചിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഏറെയും പ്രയോഗിച്ച് കാണുന്നത്. ഒരടിമയെ മോചിപ്പിക്കുക, ഒരടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ അറബികൾക്കിടയിലുള്ള ഒരു സമ്പ്രദായം നമ്മൾ അറിയണം. ഏതെങ്കിലും ഒരടിമയെ ഇത്ഖ് ചൊല്ലപ്പെട്ട് ആ അടിമ മോചിതനായാൽ പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും അടിമയാവില്ല, എന്നും അയാൾ സ്വതന്ത്രൻ തന്നെയായിരിക്കും. ഇതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുക, റബ്ബ് നമ്മെ നരകത്തിയിൽ നിന്ന് ഇത്ഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നരകത്തിയിലേക്ക് പ്രവേശിക്കേണ്ടി വരില്ല, റബ്ബിന്റെ പ്രത്യേകമായ കാവലുണ്ടാകുമെന്ന്. അപ്പൊ എത്രത്തോളം ഉന്നതമായ പദവിയാണ്. അതുകൊണ്ടാണ് അൽ ഇത്ഖു മിനൻ നാരി അർഖാ മിനൽ മഗ്ഫിറ അഅലാ മിനൽ മഗ്ഫിറ എന്നൊക്കെ ഉലമാ അവരുടെ ഗ്രന്ഥങ്ങളിൽ പേർത്തും വിശദീകരിച്ചത്. ഞാൻ അതിന്റെ വിശദ തലങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഫമൻ സുഹ്സിഹ അനിന്നാർ, ആര് നരകാഗ്നിയിൽ നിന്ന് അകറ്റപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. തുടർന്ന് അല്ലാഹു പറഞ്ഞതെന്താണ്? വമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതമല്ല, ഇല്ലാ മതാഉൽ ഗുറൂർ, എന്നെയും നിങ്ങളെയും ഒക്കെ വഞ്ചിച്ച് പ്രലോഭിപ്പിച്ച് പലവിധത്തിലുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിച്ച് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള കവാടങ്ങളെ കൊട്ടിയടച്ച് നരകത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുന്ന വഞ്ചനയുടെ ലോകമാണ് ഈ ലോകം എന്ന് തിരിച്ചറിയണമെന്ന കനത്ത താക്കീതോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനം അവസാനിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴൊക്കെ വളരെ ഗൗരവം നമ്മുടെ മനസ്സിൽ വേണം. കാരണം ഈ ലോകത്തെ തീ നമുക്ക് സഹിക്കാനാകുമോ? ഈ ലോകത്തെ തീയോട് ഒരു നിലക്കും നമുക്ക് തുല്യപ്പെടുത്താനാവാത്തതാണ് ജഹന്നമിലെ തീ എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലോകത്തെ തീയെപ്പറ്റി പറയുന്നത്? അത് അല്ലാഹു പറഞ്ഞതാണ്. റബ്ബ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅയുടെ കൃത്യമായ ചോദ്യം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പിന്നീട് പറഞ്ഞതെന്താണ്? നഹ്നു ജഅൽനാഹാ തദ്കിറ, നഹ്നു ജഅൽനാഹാ തദ്കിറ, ആ ദുനിയാവിലെ തീയെ നാം ആക്കിയിട്ടുണ്ട് തദ്കിറത്തൻ, നമുക്കുള്ള മുന്നറിയിപ്പാണത്, താക്കീതാണത്. നഹ്നു ജഅൽനാഹാ തദ്കിറ യഅനി നാറുദ് ദുനിയാ മൗഇളത്തുൻ ലിന്നാരിൽ കുബ്രാ. തഫ്സീർ ഖുർതുബിയിൽ കാണാം, പരലോകത്ത് വരാനിരിക്കുന്ന കത്തിയാളുന്ന കഠിനമായ ജഹന്നമിലേക്ക് നമ്മുടെ മനസ്സിന് ഗുണപാഠം നൽകുന്ന സതുപദേശം നൽകുന്നതാക്കി ദുനിയാവിലെ തീയെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. ഇമാം തബരി അവിടുത്തെ തഫ്സീറിൽ ചേർത്ത് പറഞ്ഞു, ഫതഅ്തബിറൂന വതത്തഇളൂന ബിഹാ, ദുനിയാവിലെ തീ കണ്ടിട്ട് നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളണം, അതിൽ നിന്ന് നിങ്ങൾ ഉപദേശം ഉൾക്കൊള്ളണമെന്ന് മഹാനായ ഇമാം തബരി റഹിമഹുല്ലയും ചേർത്ത് പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നരകത്തിലുള്ള തീ എന്ന് പറയുന്നത് 70 ഇരട്ടി ചൂടാണ്. ആ 70 ഇരട്ടി ചൂടിന്റെ ഒരംശം മാത്രമാണ് ഈ ലോകത്തേക്ക് അല്ലാഹു ഇറക്കിയിട്ടുള്ള തീ എന്നാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവിലെ തീ പോലും നമുക്ക് സഹിക്കാനാകുമോ? അയൺ ബോക്സിൽ ഇസ്തിരിയിടുമ്പോൾ ചെറുവിരലെങ്ങാനും അതിന്മേലൊന്ന് തൊട്ടുപോയാൽ, ആരെങ്കിലും വലിച്ച റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയിൽ അറിയാതെ നമ്മുടെ കാൽപാദമൊന്ന് പൊള്ളിപ്പോയാൽ അതിൻ്റെ നീറ്റലും വേദനയും സഹിക്കാനാവാതെ പെടയുന്ന രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിക്കിരട്ടി, അതേ കാരിരുമ്പിനെ പോലും പച്ചവെള്ളം പോലെയാക്കി തീർക്കുന്ന ദുനിയാവിലെ എത്രയോ ഡിഗ്രി കണക്കിന് സെൽഷ്യസിൽ തിളപ്പിക്കുന്ന ദുനിയാവിലെത്തി അതിൻ്റെയും 69 ഇരട്ടി തീയാണ് ജഹന്നമിന്റെ തീ എന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അത്ര ഗൗരവത്തോടെയാണ് നമ്മളോടത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, പരലോകത്ത് 3 വിഭാഗം ആളുകളാണ് ഉണ്ടാവുക. ഒരു കൂട്ടം ആളുകൾ കഠിനമായ നരകത്തീയിൽ ആദ്യമേ എറിയപ്പെടും. അവരതിൽ നിന്ന് രക്ഷപ്പെടുകയേയില്ല, അവർ ശാശ്വതരായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, അവർ പരിപൂർണ സ്വർഗാവകാശികളായിരിക്കും. നേരെ അവർ സ്വർഗത്തിലേക്കാണ് പോവുക, നരകത്തീ അവരെ സ്പർശിക്കുകയേയില്ല. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, നരക ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷം പിന്നീട് സ്വർഗത്തിലേക്ക് എത്തുന്ന ജഹന്നമികൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമാണത്. സഹോദരങ്ങളെ, അതിൽ പോലും നമ്മൾ ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു സെക്കൻഡ് പലപ്പോഴും നമ്മളൊക്കെ തമാശയിൽ പറയും പലരും, എങ്ങനെയെങ്കിലുമൊക്കെ അവസാനമെങ്കിലും കഴിച്ചിലായി തട്ടിമുട്ടി ഒന്ന് സ്വർഗത്തിലെത്തിയാൽ മതിയായിരുന്നു, കുറച്ചു കാലമൊക്കെ നരകത്തിലെത്തിയാലും എന്നൊക്കെ പറയാൻ എന്ത് എളുപ്പമാണല്ലേ. വിശ്വാസികളെ, ഒരു സെക്കൻഡ്, ഒരു മൈക്രോ സെക്കൻഡ് അള്ളാഹുവിന്റെ നരകത്തി സഹിക്കാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ ആകുമോ? ആദനല്ലാഹു മിൻ ജഹന്നം, ആദനല്ലാഹു മിൻ ജഹന്നം. സഹോദരങ്ങളെ, എത്ര ഗൗരവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നരകാഗ്നിയിലിട്ട് ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും ലളിതമായ ശിക്ഷക്കാരന് കൊടുക്കുന്ന ശിക്ഷ അയാളുടെ കാൽപാദത്തിനടിയിൽ വെക്കുന്ന 2 കഷ്ണം, അതല്ലെങ്കിൽ തീയുടെ ജ്വാലയാണ്, അതല്ലെങ്കിൽ അയാളെ ധരിപ്പിക്കപ്പെടുന്ന ഒരു ജോഡി ചെരിപ്പാണ്. അതങ്ങണിയുമ്പോഴേക്ക് തന്നെ അയാളുടെ ദിമാഗ് തിളച്ചുമറിയും. കമായഗിൽ മിർജൽ, അതേ ചീനച്ചട്ടിയിൽ വെച്ച് എണ്ണ തിളക്കും പോലെ, എണ്ണ തിളച്ചൊഴുകുന്നത് പോലെ ആ മനുഷ്യന്റെ തലച്ചോറ് തിളക്കും. ആ മനുഷ്യനായിരിക്കും ഏറ്റവും കഠിനമായ ശിക്ഷ എന്ന് അയാൾക്ക് തോന്നുമാറ് ഗുരുതരമായ ശിക്ഷയാണ് അയാൾക്ക് തോന്നുക. പക്ഷേ അയാളാണ് നരകത്തിയിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കപ്പെടുന്നതെന്ന്. സഹോദരന്മാരെ, അതുപോലും നമുക്ക് അസഹ്യമാണ്. അതുകൊണ്ടൊരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും റബ്ബിന്റെ ആ ജഹന്നമിന്റെ തീ എന്റെയും നിങ്ങളുടെയും ബോഡിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ റമളാൻ അതിനുള്ളതാണ്. ഇന്നലില്ലാഹി ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല. വിശുദ്ധ റമളാനിന്റെ എല്ലാ രാപ്പകലുകളിലും അല്ലാഹുവിന് നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്ന, അങ്ങനെ മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട്. ചേർത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, ഇന്നലി കുല്ലി മുസ്ലിമിൻ ഫീ കുല്ലി യൗമിൻ വലൈല ദഅവത്തുൻ മുസ്തജാബ. എല്ലാ മുസ്ലിമിനും എല്ലാ രാപ്പകലുകളിലും ചോദിച്ചാൽ കിട്ടുന്ന ഒരു സമയവും ഒരു നേരവും ഒരു ദഅവത്തും ഒരു ദുആയുമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ കിട്ടും എന്നുറപ്പുള്ള ഒരു ദുആ നമുക്ക് ഡെയിലി ഉണ്ട്. ആ സമയം ഏതെന്ന് നമുക്കറിയില്ല. അതേപോലെ എല്ലാ രാപ്പകലുകളിലും റമളാനിൽ നരകത്തിൽ നിന്ന് മോചനം നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായി അത് ചോദിക്കണ്ടേ? ചില റിപ്പോർട്ടുകളിൽ ഇന്നലില്ലാഹി തആല ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാഅ മിനൻ നാർ, നോമ്പ് തുറക്കുന്ന വേളയിൽ അല്ലാഹു നരകാഗ്നിയിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുന്നുണ്ട്. അതും എല്ലാ രാത്രിയിലുമുണ്ട് എന്ന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്രദ്ധ ഒരിക്കലും തെറ്റിപ്പോകരുത്. നരകത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടണം. ഇതിനെന്ത് വേണമെന്നാണ് ഞാൻ എന്നെ പഠിപ്പിക്കുന്നത്, ഇവിടെ കൂടി ആയിരങ്ങളെ പഠിപ്പിക്കുന്നത്, ഇനി ഇത് കേൾക്കാൻ പോകുന്നവരോടും ഉത്ബോധിപ്പിക്കുന്നത്. ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്, നമ്മുടെ മനസ്സ് നിറയെ ആഗ്രഹം എന്നും നിലനിൽക്കണം. നമ്മുടെ മനസ്സിൽ അതെപ്പോഴും ഉണ്ടാകണം. ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ച്, എവിടെയെങ്കിലും വെച്ച് അല്ലാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പ്രാർത്ഥന കേൾക്കുമ്പോൾ കേവലം ചില ആമീൻ പറയലോടുകൂടി നമ്മുടെ ഇതൊക്കെ അവസാനിക്കാറാണ് പതിവുള്ളത്. അങ്ങനെയല്ലേ എന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്ക്. ഞാനും നിങ്ങളും ഓർമ്മ വെച്ച നാള് മുതൽ എത്ര റമദാനുകളിൽ നമ്മളൊക്കെ കേട്ടവരാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവുകളാണെന്ന്. പക്ഷേ നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ടോ? ജീവിതത്തിന്റെ ഒരാഗ്രഹമായി നമ്മുടെ മനസ്സിൽ അത് സദാ തുടിച്ചു നിൽക്കാറുണ്ടോ?
എന്നോട് ചോദിക്ക്, ഞാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്ക്. കാരണം എന്താണ്? റബ്ബ് നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ആഗ്രഹം എന്താണെന്ന് റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ പല വിഷയങ്ങൾ പറഞ്ഞെടുത്താണെങ്കിലും അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഫഅലിമല്ലാഹു മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹ് മനസ്സിലാക്കിയപ്പോൾ ഫഅൻസല സകീനത അലൈഹിം, അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ ശാന്തിയും സമാധാനവും അവൻ ഇറക്കിക്കൊടുത്തു എന്ന്. ഹൃദയങ്ങളിലുള്ളത് അറിയുന്ന നാഥൻ ആ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. എനിക്കും നിങ്ങൾക്കുമൊക്കെ നരകത്തെക്കുറിച്ച് എത്രത്തോളം പേടിയുണ്ട്. അതിൽ എൻ്റെ ശരീരം ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും പൊള്ളരുതെന്ന് എനിക്കും നിങ്ങൾക്കും എത്ര മോഹമുണ്ട് എന്ന് അറിയുന്ന റബ്ബ് ആ ആഗ്രഹം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എത്ര ശതമാനമുണ്ടെന്ന് അവൻ കാണുന്നുണ്ട്. അതോ ഇയാൾ കേവലം ഒരു മനസ്സിൽ അങ്ങനെയൊക്കെ നരകമോചനം, നരകത്തെക്കുറിച്ച് പേടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അത് അവഗണിക്കുന്നവനാണോ? അതും റബ്ബിനറിയാം. സഹോദരാ സഹോദരി, നമ്മുടെ മനസ്സിൽ ആ ചിന്ത എത്രത്തോളം നിറഞ്ഞു നിൽക്കുന്നുവോ അത്രത്തോളം നമുക്ക് നരകത്തിയിൽ നിന്ന് മോചനം കിട്ടും. അതുകൊണ്ട് എനിക്കൊന്നാമതായി പറയാനുള്ളത്, ആദ്യം നമ്മുടെ ഖൽബിൽ ഈ ആഗ്രഹം സദാ തുടിച്ച് നിലനിൽക്കട്ടെ. ഇത് ശ്രദ്ധിക്കുക, ഇതൊരിക്കലും മറന്നു പോകരുത്. മരണം വരെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണം, നരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാഹ് എന്നുള്ള അദമ്യമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം. രണ്ടാമതായി പറയാനുള്ളത്, ആ ആഗ്രഹം മാത്രം പോരാ, ആ ആഗ്രഹത്തിനനുസരിച്ച് റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അല്ലാഹുവേ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. എത്രത്തോളം പ്രാർത്ഥിക്കാനാകുമോ, എത്ര ആവർത്തിക്കാനാകുമോ, ആവർത്തനത്തിനനുസരിച്ച് നരകം പോലും നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും 3 തവണ സ്വർഗം ചോദിച്ചാൽ സ്വർഗം അല്ലാഹുവോട് പറയും, എന്നിൽ ആ മനുഷ്യനെ പ്രവേശിപ്പിക്കുക അല്ലാഹ്. അതേപോലെ തന്നെ ആരെങ്കിലും നരകാഗ്നിയിൽ നിന്ന് 3 തവണയെങ്കിലും കാവൽ ചോദിച്ചാൽ ആ നരകം പോലും റബ്ബിനോട് വിളിച്ചു പറയും, അല്ലാഹുമ്മ അജ്റുഹു മിനന്നാർ, അല്ലാഹുവേ അദ്ദേഹത്തെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. അതുകൊണ്ട് എൻ്റെ റബ്ബ് ഇത് കേൾക്കും, എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തും, എന്നെ അവൻ കൈവടിയില്ല. എന്നോടവൻ റഹീമാണ്, എന്നോടവൻ റഊഫാണ്, വാത്സല്യനിധിയാണ്, സ്നേഹത്തിന്റെ നിറകുംഭമാണ്, വദൂദാണ് എൻ്റെ റബ്ബ്, റഹീമാണ് എൻ്റെ റബ്ബ് എന്ന് അവനെ കുറിച്ച് എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് ഇടപെടുക. ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി അള്ളാഹിനോട് ചോദിച്ചേക്കൂ എന്ന് അങ്ങനെ ആത്മാർത്ഥമായി ചോദിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത മുസ്തഖറൻ വമുഖാമാ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രാർത്ഥനകളുണ്ട്. അജ്റേര നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പ് ജഹന്നമിൽ നിന്ന് നമ്മൾ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയണം, നമ്മളൊക്കെ എത്ര തവണ ഇതൊക്കെ അറിഞ്ഞു പറയാറുണ്ടെന്ന്. അതാ ഞാൻ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത്, ഖൽബിൽ ഇതുള്ളത് കൂടെ ചോദിക്കണം എന്ന്. കാരണം റബ്ബ് ഇത് പറയുന്ന നമ്മുടെ ഖൽബ് എന്താണെന്ന് നോക്കുന്നുണ്ട്. മൂന്നാമതായി പറയാനുള്ളത്, ഖൽബിലുള്ള കാര്യം നമ്മുടെ ലിസാന് കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അതും പോരാ, ശാരീരികമായി നമ്മൾ ഇതിനു വേണ്ടി ഒന്നൊരുങ്ങണം. നരകത്തിയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഒരുങ്ങണം. അതെങ്ങനെയാണ്? നമ്മുടെ ഗതകാല ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള പാപത്തിന്റെ കറകളൊന്ന്, ശരീരം മുഴുവനൊന്ന് കഴുകി കുളിച്ച് വൃത്തിയാവണം. അതിന് ഭൗതിക ലോകത്തുള്ള ഡിറ്റർജന്റുകളൊന്നും പോരാ. അതിനാവശ്യമായത് റഹ്മാനായ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് തൗബ ചെയ്യലാണ്. കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയണം നമ്മുടെ പാപക്കറകളെ. അവനോട് പറയണം, ആരാരുമില്ലാത്ത സമയത്തിരുന്നു കൊണ്ട് റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യണം. റബ്ബേ, ജീവിതത്തിന്റെ ഇന്നലകളിൽ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ഓർത്തെടുക്കണം. ഓർമ്മയുള്ളതൊക്കെ തുറന്നു പറയണം. ഇനി എനിക്കറിയാത്തത് നിന്റെ ലിസ്റ്റിൽ ധാരാളമുണ്ടെന്നും സമ്മതിച്ചു പറയണം. അതിൻ്റെ പുറമെ അതിലൊക്കെ എനിക്ക് അഗാധമായ ഖേദമുണ്ട് റബ്ബേ, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട് റബ്ബേ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയണം. അങ്ങനെയുണ്ടോ എന്ന് റബ്ബിനറിയാനും സാധിക്കും.
മൂന്നാമതായി വേണ്ടത് ഇനി ഒരിക്കലും അത്തരത്തിലുള്ള പാപങ്ങളിലേക്ക് മടങ്ങിപ്പോവില്ലെന്നും അതോടൊപ്പം ചെയ്തു വരുന്ന ഏതെങ്കിലും തിന്മയുടെ ശകലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് 100% ഒഴിവാവുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവേ എൻ്റെ തൗബ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ അതാണ് 100% സ്വീകരിക്കപ്പെടുന്ന തൗബ. ഇതിൻ്റെ പുറമെ സൃഷ്ടികളായ ആളുകളോട് നമുക്ക് വല്ല കടമകളും കടപ്പാടുകളും ഇടപാടുകളും സാമ്പത്തികമായോ മാനസികമായോ വാക്പരമായോ ഉണ്ടെങ്കിൽ, സമ്പത്താണെങ്കിൽ തിരിച്ചു കൊടുക്കണം, സക്കാത്താണെങ്കിൽ കൊടുത്തു വീട്ടണം. ആരാന്റെ മുതൽ നമ്മുടെ സക്കാത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാ പെങ്ങളെ അത് പൊന്നാണ്, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ഖദറിന്റെ രാത്രി പ്രതീക്ഷിച്ചിട്ടും പ്രയോജനമില്ല. പ്രാർത്ഥന അങ്ങ് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം ആരാന്റെ ഹക്ക് നമ്മുടെ ധനത്തിൽ കലർന്നാൽ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് കൊടുത്തു വീട്ടാതെ ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിക്കല്ല പെങ്ങളെ, അത് പ്രതീക്ഷിക്കല്ല സഹോദര. കാരണം അത് നമ്മുടെ ധനത്തെ മുഴുവനും മലിനമാക്കും. അതുകൊണ്ട് സക്കാത്ത് കൊണ്ട് ആദ്യം പരിശുദ്ധമാക്കുക. അതിന്റെ പുറമെ മറ്റാരോടെങ്കിലും നമുക്ക് വാക്കാൽ പൊരുത്തപ്പെടിക്കാനുണ്ടോ, മറ്റേതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പൊരുത്തപ്പെടിക്കാനുണ്ടോ, പൊരുത്തം വാങ്ങണം, സമ്മതം വാങ്ങണം. കാരണം സൃഷ്ടികൾക്കിടയിലുള്ള ആ പ്രയാസങ്ങൾ തീരാതെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും തടയപ്പെടുമെന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോഴും തെറ്റിപ്പിരിഞ്ഞ് പിണങ്ങി നിൽക്കുന്നവരുണ്ട്. റമദാൻ 20 കഴിഞ്ഞ് 21-ാമത്തെ ഈ രാത്രിയിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും നിങ്ങൾ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നുണ്ടോ, നിങ്ങൾ പുറത്തു പോയി അവരോട് വിളിച്ചുകൊണ്ട് മാപ്പിനപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ലൈലത്തുൽ ഖദറിന്റെ പ്രതീക്ഷക്കോ നിങ്ങളുടെ നിസ്കാരമോ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അത് കവാടം കൊട്ടിയടക്കപ്പെടും. അവിടെ വെക്കവന്റെ പ്രവർത്തനം പിണങ്ങി നിൽക്കുന്ന അവരൊന്ന് സുൽഹാവട്ടെ, നന്നാവട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇത് ഗൗരവമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നമുക്ക് നരകത്തിയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ആദ്യം വേണ്ടത് ഇഖ്ലാസാണ്. എന്താണ് ഇഖ്ലാസ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ഉപോത്ബലകമായ വിവരണങ്ങൾ അടങ്ങുന്ന കാര്യങ്ങളാണ് ഇഖ്ലാസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുവാഫി അബ്ദുൻ യൗമൽ ഖിയാമ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹ് ഇല്ലാ ഹറമല്ലാഹു അലൈഹിന്നാർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരടിമ പരലോക നാളിൽ അവൻ റബ്ബിനെ കണ്ടുമുട്ടുന്നു. എന്തുകൊണ്ട് കണ്ടുമുട്ടുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ പറഞ്ഞവനാണ്. എങ്ങനെ പറഞ്ഞവനാണ്? മനസ്സറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ല. യബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് തൗഹീദിൽ അടിയുറച്ച് റബ്ബിനെ കുറിച്ചുള്ള ഈമാൻ സുദൃഢമാക്കിക്കൊണ്ട് ജീവിച്ച് മരിച്ചവനാണെങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിന്നാർ, നരകത്തിയെ അള്ളാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കാതിരിക്കുകയില്ല. ഇത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. തൗഹീദ് ശരിയാവാതെ റബ്ബിലേക്ക് അടുക്കാൻ ആർക്ക് ശ്രമിച്ചാലും സാധ്യമാവുകയില്ല. വിശുദ്ധ റമദാനിൽ പോലും ബദരീങ്ങളെ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലോകം നിയന്ത്രിക്കുന്ന വേറെയും മനുഷ്യന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്ന സാധുജനങ്ങളെ നമുക്കറിയാം. അതേപോലെ തന്നെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി അറബുകൾ നടത്തിക്കൊണ്ടും അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടും അവരുടെ മുമ്പിൽ അത്തരത്തിലുള്ള ആരാധനയുടേതായ ഇബാദത്തിൻ്റെതായ വിവിധ വശങ്ങളെ സമർപ്പിച്ചുകൊണ്ടുമൊക്കെ ഈ റമദാനിൽ പോലും പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുന്ന എത്രയോ സാധുക്കളായ ജനങ്ങൾ. അല്ലാഹുവേ, നീ എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വഴി നടത്തണേ എന്ന് ആത്മാർത്ഥമായി രാവിൽ പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ നിവൃത്തിയില്ല. റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ ശിർക്ക് ജീവിതത്തിൽ വരാതെ നോക്കലാണ് നരകത്തിയിൽ നിന്ന് കാലാകാലം രക്ഷപ്പെടുവാനുള്ള ഒന്നാമത്തെ പോംവഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു
അലൈഹി വസല്ലം ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമികമായ നിയമങ്ങളോട് 100% വിനീതനാവണം, വിധേയനാവണം നമ്മൾ. അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് അവഗണനയോ പുച്ഛമോ ട്രോളുകൾ നിർവഹിക്കലോ ഏതെങ്കിലും വിധത്തിൽ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കലോ ഒക്കെ വന്നു പോകുന്നുണ്ടെങ്കിൽ നരകമായിരിക്കും അതിന്റെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. റഹ്മാനായ റബ്ബ് സൂറത്ത് മുഹമ്മദിലോട് പറഞ്ഞു, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയതിനോട് വെറുപ്പ് കാണിച്ച ആളുകളുണ്ട്, അവരുടെ അമൽ അല്ലാഹ്ക്ക് വേണ്ട. ഫഅഹ്ബത അഅ്മാലഹും, അവരുടെ അമലുകളെ അവൻ പൊളിച്ചു കളയുക തന്നെ ചെയ്യും. തീർന്നില്ല, സൂറത്ത് മുഹമ്മദിൽ വീണ്ടും അവൻ പറയുന്നുണ്ട്, അള്ളാഹ്ക്ക് കോപമുണ്ടാക്കുന്ന പല കാര്യങ്ങളെയും ജീവിതത്തിന്റെ ഭാഗമാക്കിയവരാണവർ. റബ്ബിന്റെ തൃപ്തിയൊന്നും ഞങ്ങൾക്കത്ര പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിന്റെ താല്പര്യങ്ങളാണ് വലുതെന്ന നിലക്ക് അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചവരാണവർ. അവരുടെയും അമലുകൾ പൊളിഞ്ഞു പോകുന്നു, അതും പൊളിച്ചു കളയുന്നു. ഇതൊക്കെ ഗൗരവത്തോടെ വിശദീകരിക്കേണ്ടതാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മരണം വളരെ ദുഷിച്ച നിലക്കായി തീരുന്ന മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷമാണ് മലക്കുകൾ ആ മനുഷ്യന്റെ മരണവേളയിൽ അവന്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ അടി നടത്തുന്നു, പ്രഹരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ചീത്തയായ മരണം ആർക്കാണെന്ന് പറഞ്ഞിടത്താണ് അല്ലാഹ് പറയുന്നതെന്ത്? റബ്ബിന്റെ തൃപ്തിയേക്കാൾ അവര് റബ്ബിനെ വെറുപ്പിനെയാണ് തെരഞ്ഞെടുത്തത് എന്ന് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇഖ്ലാസ് തൗഹീദിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കലാണ് ഒന്നാമത് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. നരകമോചനം ആഗ്രഹിക്കുന്ന നമ്മളിൽ ഈ ഗുണമുണ്ടോ? നമ്മൾ ആലോചിക്കണം. ഇന്ന് ഏതേത് വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് അതിന് ഗൗരവമുള്ളത്. എല്ലാം ട്രോളുന്ന കാലഘട്ടമല്ലേ ഇത്? എനിക്ക് പറ്റാത്തതാരെങ്കിലും പറഞ്ഞാൽ ഏത് പ്രമാണങ്ങളിൽ വന്നാലും ഞാനതിനെ ട്രോളുകയായി. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട കാര്യം പറഞ്ഞാൽ മക്കൾക്ക് പിടിക്കുന്നില്ല, മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് പിടിക്കുന്നില്ല, ഭാര്യയോടുള്ള കടമ പറഞ്ഞാൽ അത് ഭർത്താക്കൾക്ക് ട്രോളാനുള്ള കാരണമാവുകയാണ്. ഭർത്താവിനോടുള്ള കടമ പറഞ്ഞാൽ അത് തിരിച്ചും ചില ഭാര്യമാർക്ക് പറ്റാത്തതായി വരികയാണ്. അമ്മയോട് മരുമക്കൾക്ക് കടപ്പാടുണ്ടെന്ന് പറഞ്ഞാൽ അത് പല മരുമക്കൾക്കും അരോചകമായി വരുന്ന കാലമാണ്. മരുമക്കളോട് നീതി പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് പല അമ്മമാർക്കും ഏറ്റവും കൂടുതൽ വിഷമകരമായി വരുന്ന കാലമാണ്. ഓ പെങ്ങളെ, കല്യാണത്തെക്കാൾ നിങ്ങൾ ജോലിക്ക് പ്രാധാന്യം കൊടുക്കല്ലേ. കല്യാണം നിങ്ങൾ കഴിച്ചോ, സമയമായാൽ അത് നീട്ടിവെക്കല്ലേ. അത് റബ്ബ് നിശ്ചയിച്ച പ്രകൃതിയുടെ നിയമമാണ്. ജോലിക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അതും നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിന്റെ താഴെ മുസ്ലിം പേരുള്ള ID ഉള്ള ആളുകൾ വന്നിട്ട് എത്രയാണ് ട്രോളിയത്, എത്രയാണ് പരിഹസിച്ചത്. പക്ഷേ ഇസ്ലാമിക പ്രബോധകന്മാർക്കൊരു കടമയേയുള്ളൂ, അത് റബ്ബിന്റെ ദീന് പറയലാണ്, അത് ചങ്കൂറ്റത്തോടെ പ്രമാണയുക്തമായി പറയലാണ്. ട്രോളുന്നവരുടെ ട്രോള് നോക്കിയിട്ട് ദീന് പറയൽ അവസാനിപ്പിക്കാൻ ഈ പ്രബോധകന്മാർക്ക് ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അത് അവരവർ നരകത്തിയിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുന്നു എന്നല്ലാതെ റബ്ബിന്റെ ദീനിനെ കുറിച്ച് പറയുന്നിടത്ത് അത് തനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമായി പോയി എന്നുള്ളതിന്റെ പേരിൽ ട്രോളാനോ പരിഹസിക്കാനോ നിഷേധിക്കാനോ തെറി പറയാനോ വന്നാൽ അത് അവരവർക്കുള്ള നഷ്ടമാണെന്നതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് തന്നെ അവരുടെ അമലുകളെ അവര് പൊളിച്ചു കളയുന്നു എന്ന ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തലല്ലാതെ നിവൃത്തിയില്ല എന്ന് ഈ സമയത്ത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമ്പൂർണമായി അംഗീകരിക്കുന്ന വിഷയത്തിലുമൊക്കെ ജീവിതത്തിൽ നല്ല പ്രതിജ്ഞാബദ്ധമായ മനസ്സുണ്ടെങ്കിൽ അല്ലാതെ നരകത്തിയില്ലെന്ന് എന്നെഴുത്തക്ക് ചൊല്ലണേ അല്ലാ എന്ന് 1000 തവണ പറഞ്ഞിട്ടും കാര്യമുണ്ടാവില്ല എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇഖ്ലാസിന്റെ മറുവശവും ശ്രദ്ധിക്കണം. അതെന്താണ്?
കഴിഞ്ഞ ദുബായിലെ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, ഇഖ്ലാസിന്റെ നേരെ എതിര് വരുന്ന റിയാഇനെ സൂക്ഷിച്ചോളണം. അതെത്ര വലിയ പ്രവർത്തനം പ്രവർത്തിച്ചവന്റെ അമലുകളെയും അത് തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഏത് പ്രവർത്തനത്തിലും ഇഖ്ലാസ് ഉണ്ടോ അത് ഞാൻ തന്നെ പരിശോധിക്കേണ്ടത് 2 അടയാളങ്ങൾ നോക്കിയിട്ടാണ്. ഒന്നാമതായി, എനിക്ക് സൽക്കർമ്മത്തോട് ഉന്മേഷമുണ്ടോ? സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിന് വല്ലാത്ത അദമ്യമായ ഒരു താല്പര്യം നിലനിൽക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്, സന്തോഷിച്ചോളൂ. അത് നല്ലൊരു ലക്ഷണമാണ്. സൽക്കർമ്മത്തോട് നല്ല ഉന്മേഷം, സൽക്കർമ്മത്തോട് എപ്പോഴും നല്ലൊരാവേശം, അത് ഇഖ്ലാസിന്റെ അടയാളമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഏത് പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴും പരസ്യമാക്കേണ്ടതല്ലാത്ത ഏത് പ്രവൃത്തിയാണെങ്കിലും എത്രത്തോളം സ്വകാര്യമായി എനിക്ക് ചെയ്യാൻ കഴിയുമോ അതും ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരസ്യപ്പെടുത്തേണ്ടത് പരസ്യപ്പെടുത്താതെ നിവൃത്തിയില്ലല്ലോ. അതല്ലാത്ത മുഴുവൻ അമലുകളും എൻ്റെ റബ്ബ് അറിഞ്ഞാൽ മതി, എൻ്റെ റബ്ബ് മാത്രം അതറിയട്ടെ എന്ന ആത്മാർത്ഥമായ നിലയ്ക്ക് ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇഖ്ലാസാണ്. ചുരുക്കി പറയാനേ നേരമുള്ളൂ. ഇനി രണ്ടാമതായി പറയാനുള്ളത് നമ്മുടെ തൗഹീദും അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള ആ ഇത്തിബാഇന്റേതായ കാര്യവും അവസാനിച്ചാൽ നമുക്ക് ഏറെ പ്രധാനപ്പെട്ടത് നമ്മുടെ 5 നേരത്തെ നമസ്കാരമാണ്. ഇവിടെ കൂടിയ ഞാൻ അടക്കമുള്ള ഓരോരുത്തരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ വിശുദ്ധ റമദാൻ ഇതാ 10-20 ദിവസങ്ങൾ കഴിഞ്ഞു. 5 നേരത്തെ നിസ്കാരം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയവർ ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ ആരോടും കൈവക്കാൻ ചോദിച്ചതല്ല, സ്വന്തത്തോട് നിങ്ങൾ ചോദിക്കണം, ഞാൻ എന്നോട് ചോദിക്കണം. നരകത്തിയിൽ നിന്ന് മോചനം കിട്ടണോ? അതിന് കുറച്ച് പ്രയാസം സഹിച്ചേ പറ്റൂ, അതിന് നല്ല ശ്രമം നടത്തിയേ പറ്റൂ. ദുന്യാവിലെ ഏറ്റവും വിലപ്പെട്ട സാധനം കിട്ടണമെങ്കിൽ എത്ര നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം. അതേ അവസരത്തിൽ റഹ്മാനായ റബ്ബിന്റെ ചരക്ക് വിഭവം എന്ന് പറയുന്നത് അത് ഇതിനേക്കാളെല്ലാം അനർഘമാണ്, അമൂല്യമാണ്. അത് കിട്ടണമെങ്കിൽ പണിയെടുത്തേ പറ്റൂ. ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. നമുക്കിഷ്ടമില്ലാത്ത ചിലതൊക്കെ സഹിച്ചാലേ സ്വർഗത്തിൽ പോകൂ, ഇല്ലെങ്കിൽ നേരെ അങ്ങ് നരകത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് എന്ത് വേണം? ഈ പറയുന്ന ഞാനും നിങ്ങളും ഇനി പറയുന്ന ഹദീസ് ഒന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊലാ. ആരെങ്കിലും 40 ദിവസം നമസ്കരിച്ചാൽ, എപ്രകാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ, ഏത് വിധത്തിൽ യുദ്രികു തക്ബീറത്തുൽ ഊലാ, ഇമാം അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ നമ്മൾ സഫിൽ വേണം. അത് തന്നെ 1-ാം സഫിലാണെങ്കിൽ ഏറെ ശ്രേഷ്ഠം. അത് ഹദീസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ 1-ാം സഫ് തന്നെ കിട്ടാൻ നമ്മളൊന്ന് നല്ല പരിശ്രമം നടത്തണം. കിട്ടിയില്ലെങ്കിലും നമ്മൾ സഫിൽ വേണം. അങ്ങനെ ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ നമ്മളും 40 ദിവസം 4, 5, 20, 200 വഖത്ത് നിസ്കാരം ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് നമ്മൾ സഫിലുണ്ടായിട്ട് നിസ്കാരത്തിൽ ചേർന്നാൽ കുതിബലഹു, മുത്ത മുസ്തഫ പറയാണ്, ആ മനുഷ്യന് നിർബന്ധമാക്കപ്പെട്ട് കഴിഞ്ഞു ബറാഅത്താൻ. 2 കാര്യങ്ങളിൽ നിന്ന് അവന് ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് ബറാഅത്തും മിനന്നാർ, അല്ലാഹുവേ നരകത്തിയിൽ നിന്ന് കാക്കണേന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ജഹന്നമുണ്ടല്ലോ, അതിൽ നിന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് അവധി, അതേ ഒഴിവ് നൽകപ്പെട്ട് കഴിഞ്ഞു. വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യമെന്ന് പറയുന്ന രോഗമില്ലേ, നരകത്തിയുടെ അടിത്തട്ടിലേക്ക് ആപതിക്കുവാൻ കാരണമാകുന്ന ആ വലിയ ദുസ്വഭാവമില്ലേ, അതും നമ്മിൽ നിന്ന് റഹ്മാനായ റബ്ബങ്ങ് എടുത്തു നീക്കും. ഒരു വടിക്ക് 2 പക്ഷിയാണ് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് മുതൽക്കൊന്ന് ശ്രദ്ധിക്കാമോ?
നാളത്തെ സുബഹി മുതൽ ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന നിലക്ക് ഒരു 40 ദിവസം ഒന്ന് പരിശ്രമിക്ക്. ഡ്യൂട്ടി ഉണ്ടല്ലോ മൗലവി, പല വിധത്തിൽ യാത്രയുണ്ടല്ലോ, പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സന്മനസ്സുണ്ടോ എന്നാണ് അള്ളാഹ് നോക്കുന്നത്. നിങ്ങളുടെ കഴിവും കഴിവുകേടും റബ്ബിനറിയാം. അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നിങ്ങളെത്താതിരിക്കരുത്. അതേ അവസരത്തിൽ നിങ്ങൾ യാത്രക്കാരനായി മറ്റേതെങ്കിലും നിർബന്ധമായ കാര്യങ്ങളിലായി റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന നിലക്കുള്ള ഉദറുകളിൽ നിങ്ങൾ പെട്ടുപോയി. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വഖത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി നിങ്ങൾക്ക് പോവില്ലെന്ന് മനസ്സിലാക്കിക്കോ. കാരണം നമ്മുടെ കഴിവും കഴിവുകേടും അല്ലാഹുവിനറിയാം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരൊറ്റ ശരീരത്തോടും അതിൻ്റെ കഴിവിനപ്പുറം അല്ലാഹു നിർബന്ധിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു നേരത്തെ വഖത്തിൽ പോലും തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാതെ നഷ്ടപ്പെടുത്തരുതേ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിശുദ്ധ റമദാനിൽ ഒരു പലഹാരം കിട്ടാൻ വേണ്ടി ഒരു ജ്യൂസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നമ്മളൊക്കെ എത്രയാണ് വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഇഫ്താർ ക്യാമ്പുകളിലൊക്കെ നോമ്പ് തുറന്നിട്ട് ഇമാമിന്റെ കൂടെ ജമാഅത്ത് നഷ്ടപ്പെടുത്തിയില്ലേ. മഗ്രിബിന് മറ്റു മാസങ്ങളിൽ പോലും അതേ ജമാഅത്ത് കിട്ടിയിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഇപ്പൊ റമദാനായാൽ മഗ്രിബിന്റെ ജമാഅത്തിന്റെ ഒന്നാം ജമാഅത്ത് കിട്ടുന്നില്ല, അവര് പള്ളിയിലേക്ക് എത്തുന്നില്ല. ഇതെത്ര ഗൗരവമാണ് സഹോദരന്മാരെ. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അങ്ങനെ ശ്രദ്ധിക്ക്. ഇമാം തക്ബീർ കെട്ടുമ്പോ നിങ്ങൾ അവിടെ ഉണ്ടാകുവാൻ വേണ്ടി അറിഞ്ഞുകൊണ്ടൊന്ന് പരിശ്രമിക്കണം. 40 ദിവസം 200 വഖത്തൊന്ന് ശ്രദ്ധിച്ചാൽ പിന്നെ റബ്ബിന്റെ പ്രത്യേകമായ നിലക്കുള്ളൊരു തൗഫീഖ്, പിന്നെ നമുക്കത് വിടാതെ പിടികൂടാനുള്ള മനസ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഉലമായി രേഖപ്പെടുത്തിയത്. ഒരു 40 ദിവസം അത് ഇടവിടാതെ ഒരുത്തൻ പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇത് കേൾക്കുന്ന സഹോദരിമാർ വിചാരിക്കും ഞങ്ങൾക്ക് ആ ചാൻസ് പോയല്ലോ. നിങ്ങളുടെ പൊരീന്ന് നിസ്കരിക്ക്, വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവ്വൽ വഖത്ത് നിങ്ങളും ശ്രദ്ധിച്ചോ. വീട്ടിലല്ലേ നമ്മുടെ പണിയൊക്കെ കഴിയട്ടെ, സമയമാകട്ടെ, എപ്പോഴെങ്കിലും ആകാമെന്ന അലസമനസ്ഥിതി മാറ്റിവെച്ചിട്ട് നിങ്ങളും അത് ശ്രമിച്ചോ. റഹ്മാനായ റബ്ബ് നമ്മുടെ മനസ്സാണ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിൽ തന്നെയും ഫജ്റും അസറും പ്രത്യേകം എടുത്തു പറഞ്ഞു. ലഞ്ഞലി ജന്നാർ, നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല അഹദുൻ, ഒരാളും സല്ലാ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ, സൂര്യോദയത്തിന്റെ മുമ്പ് നിസ്കരിച്ചവൻ എന്നൊക്കെ പറഞ്ഞത് സുബഹി നിസ്കാരത്തെ കുറിച്ചും അസർ നമസ്കാരത്തെ കുറിച്ചും അതേ സൂര്യോദയത്തിന്റെ മുമ്പും അതുപോലെ തന്നെ സൂര്യാസ്തമനത്തിന്റെ മുമ്പും എന്ന് ഹദീസിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഫജ്റിന്റെ നമസ്കാരം അസറിന്റെ നമസ്കാരം ഏറെ പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ദുന്യാവും അതിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളും ഉത്തമമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ ഈ ഭൗതിക ലോകത്തുള്ള ഏത് കമ്പ്യൂട്ടറുകൾക്കാണ് സാധിക്കുക, ഏത് കാൽക്കുലേറ്ററുകൾക്കാണ് സാധിക്കുക? ദുന്യാവും ദുന്യാവിലുള്ള വിഭവങ്ങളെക്കാളും അപ്പുറമാണ് സുബഹിക്ക് എന്നല്ല അതിൻ്റെ കവാടം എന്ന നിലക്കുള്ള 2 റക്അത്ത് സുന്നത്തിനെങ്കിൽ ആ ഫർളിന്റെ പ്രതിഫലം പിന്നെ എത്രയായിരിക്കും? അല്ലാഹുവേ, മുടങ്ങാതെ അതൊക്കെ നിർവഹിച്ച് നിന്റെ സ്വർഗത്തിലെത്താനും നരകത്തിയില്ലെന്ന് കാവൽ തേടാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ. ഇനിയും ശ്രദ്ധിക്ക്. ളുഹറിന്റെ മുമ്പ് ശേഷം, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4. ആരെങ്കിലും ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് സ്ഥിരമായി മഞ്ഞുഹാഫിള്, അത് സൂക്ഷ്മമായി കൃത്യമായി ആരെങ്കിലും കൊണ്ട് നടക്കുന്നുവെങ്കിൽ ളുഹറിന്റെ ശേഷവും 4 റക്അത്ത് സുന്നത്ത് കൊണ്ട് നടക്കുന്നുവെങ്കിൽ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിയെ ആ ശരീരത്തിന് അല്ലാഹ് ഹറാമാക്കുന്നതാണ്. ഞാനും നിങ്ങളും ആലോചിക്ക്. നമ്മുടെ ജീവിതത്തിൽ എത്ര ദിവസം നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കാറുണ്ട്? ളുഹറിന്റെ മുമ്പ് 4 നിസ്കരിക്കുന്നവരുണ്ടോ? ശേഷം 4 നിസ്കരിക്കുന്നവരുണ്ടോ? എത്രയെത്ര അലസരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഒന്ന് ശ്രദ്ധ വെച്ചാൽ
നരകത്തിയിൽ നിന്ന് കാവല് കിട്ടാൻ അള്ളാഹ് നമുക്ക് തരുന്ന വലിയ വലിയ ഓഫറുകളാണെന്ന് ഗൗരവത്തോടെ ചിന്തിച്ചോളൂ. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെ. ഇനി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നരകത്തീ നമ്മെ സ്പർശിക്കാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, അള്ളാഹുവിനെ ഭയപ്പെട്ട് നമുക്ക് കരയാൻ സാധിക്കണം. ലായലിജുന്നാർ, നരകത്തീ സ്പർശിക്കൂല. റജുലുൻ, ഒരു മനുഷ്യനെ ബകാമിൻ ഖശിയത്തില്ല, അള്ളാനെ പേടിച്ചിട്ട് ആ മനുഷ്യൻ കരഞ്ഞു. അള്ളാനെ ഭയപ്പെട്ട് കരയുന്ന കണ്ണില്ലേ, ആ മനുഷ്യനെ അള്ളാഹ് നരകത്തീ സ്പർശിക്കൂല. ഹത്താ യഊദൽ ലബനു ഫിൽ ലറഇ, ഒരു മൃഗത്തിന്റെ അകട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും ആ അകട്ടിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നത് വരെ. അത് അസാധ്യമായ കാര്യമെന്നാണ് പറയുന്നത്. കറന്നെടുത്ത പാലൊരിക്കലും ഒരു മൃഗത്തിന്റെയും അകട്ടിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ. ഇതുപോലെ അസംഭവ്യമാണ് പിന്നെ നരകത്തിയിലേക്ക് കടക്കൽ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. റബ്ബിനെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പാപങ്ങളോർത്ത് കരയാൻ സാധിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിനിടയിലെ കരച്ചിലല്ല, ഒറ്റക്കൊഴിഞ്ഞിരിക്ക്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയാ, ഏകനായി അവൻ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ അവൻ ഓർക്കുകയാണ്. അള്ളാഹിനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്നിങ്ങനെ ചിന്തകൾ പോകണം. എത്രയെത്ര പാപങ്ങളാ റബ്ബേ ചെയ്തത്, എത്രയെത്ര വീഴ്ചകളാണ് വന്നുപോയത്. ഇസക്കൻഡിലെങ്ങാനും എൻ്റെ റൂഹെങ്ങാനും നീ പിടിച്ചാൽ, എൻ്റെ ബന്ധപ്പെട്ടവരെന്നെ കുളിപ്പിച്ച് ഒരുക്കി നിസ്കരിച്ച് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടി എൻ്റെ മേൽ 40 ഭാരം മണ്ണുമിട്ടുകൊണ്ട് അവരൊക്കെ മടങ്ങിപ്പോരുകും. റബ്ബേ, എൻ്റെ ഖബറിൽ ഞാൻ തനിച്ചല്ലേ, ആരാണ് എനിക്കുണ്ടാവുക എന്നോർക്കുമ്പോ ഏത് കണ്ണുകളിൽ നിന്നും ഫഫാദത്ത് ഐനാ, അവൻ്റെ ഇരു കണ്ണുകളും അതാ നിറഞ്ഞു ഒഴുകുന്നു. ആ ഒരൊറ്റ കണ്ണുനീരിന്റെ തുള്ളിക്ക് മഹാനായ ഖാലിദ് ഇബ്നു മഅദാൻ റഹിമഹുല്ല പറയുന്നുണ്ട്, അള്ളാനെ പേടിച്ചുകൊണ്ട് കരയുന്ന ദംആ, ഒരൊറ്റ തുള്ളി കണ്ണുനീരിനൊരു പ്രത്യേകതയുണ്ട്. അതില തുത്ഫിഉൽ ബുഹൂറ മിനൻ നീറാൻ, അതേ അഗ്നിയുടെ കടലുകളെ പോലും തണുപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതേ നരകക്കടലുകളെ പോലും, അതേ തീക്കടലുകളെ പോലും അണച്ചു കളയാൻ കെൽപ്പുള്ളതാണ് അള്ളാനെ പേടിച്ചുകൊണ്ടുള്ള ഒരിറ്റ് കണ്ണുനീരെന്ന് പറയുമ്പോ. അത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ കരയുന്നവന്റെ കവിൾത്തടത്തിലൂടെ അത് ഒലിച്ചിറങ്ങുമ്പോൾ നരകത്തീ എവിടെ സ്പർശിക്കൂല. റബ്ബിനെ പേടിച്ചുകൊണ്ട് ഏതൊരടിമ കരഞ്ഞിട്ടുണ്ടോ, ഇല്ലാ ഖശഅതിലിദാലിക ജവാരിഹുഹു, അവന്റെ മറ്റവയവങ്ങളിലൊക്കെ ആ പേടി ഉണ്ടാകുമെന്നുറപ്പാണ്. അങ്ങനെ നമ്മുടെ പാപങ്ങളോർത്ത് കരയാൻ ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അത് റഹ്മാനായ റബ്ബിന്റെ ഫദ്ല് കൊണ്ടല്ലേ മാലോകരറിയാതെ. റബ്ബെത്ര കാരുണ്യവാനാണ്, റബ്ബെത്ര വാത്സല്യമുള്ളവനാണ്, റബ്ബെത്ര സ്നേഹത്തിന്റെ കടലാണ്. ആരെയും അവൻ അറിയിച്ചിട്ടില്ല. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു ദുർഗന്ധം വമിക്കും എന്നെങ്ങാനും അള്ളാഹ് ഒരു നിയമം വെച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഇരിക്കാൻ നമുക്ക് സാധ്യമാകുമോ? റബ്ബ് അങ്ങനെ നിശ്ചയിച്ചിട്ടില്ലല്ലോ. റബ്ബെന്തൊരു വാത്സല്യവാനാണ്, റബ്ബെത്രമാത്രം പൊറുക്കുന്നവനാണ്, റബ്ബെത്രമാത്രം സിത്തീറാണ്, എല്ലാം മറച്ചു വെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബിന്റെ ശിക്ഷ സഹിക്കാനാകുമോ? യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. അല്ലാഹ് പറയുന്ന വാചകങ്ങൾ നോക്കൂ. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. ഓ സഹോദരാ, സഹോദരി, നമ്മുടെ ബാത്റൂമിൽ, നമ്മുടെ വാഷ്റൂമിൽ നമ്മൾ കുളിക്കുമ്പോ ഷവറിന്റെ ചോടെ അതേ ചൂടുവെള്ളത്തിന്റെ ഭാഗത്തേക്ക് നമ്മുടേതായ വാട്ടർ പൈപ്പ് തിരിച്ചു വെച്ചതറിയാതെ അതിന്റെ താഴെ ഒന്ന് നിന്നുകൊടുത്ത അനുഭവന്മാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ ജീവിതത്തിൽ. ഒരു തുള്ളി നമ്മുടെ ശരീരത്തിൽ ഒരു 10-30 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ച വെള്ളം തട്ടുമ്പോഴേക്ക് ചാടിമറിഞ്ഞ് ബാത്റൂമിൽ നിന്ന് നീറ്റൽ സഹിക്കാതെ പുറത്തേക്ക് പായുന്നവരല്ലേ നമ്മൾ. റഹ്മാനായ റബ്ബ് പറയും,
പറയുന്നത്, കാരിരുമ്പിനെ പോലും പച്ചവെള്ളമാക്കുന്ന ദുനിയാവിലെ കടുത്ത തീയോട് 69 ഇരട്ടി കൂടി ചേർത്തിട്ടുള്ള 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിൽ തിളപ്പിച്ച വെള്ളം യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അത്യുഷ്ണജലം അവരുടെ തലക്കുമീതെ കോരിച്ചൊരിക്കപ്പെടുകയാണ് നരകത്തിയിലെ ശിക്ഷ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറിന്റെ അകത്തുള്ള കുടലുകളും ആന്തരികാവയവങ്ങളും ഉരുകി ഒലിച്ചുകൊണ്ടതാ പുറത്തേക്ക് ഒഴുകുന്നു. വൽ ജുലൂദ്, അവന്റെ സ്കിന്നുമതാ ഉരുകി താഴേക്ക് ഒലിക്കുന്നു. തീർന്നില്ലല്ലോ, വലഹും മഖാമിഅ്, അവൻ വേദന കൊണ്ട് പൊളയുമ്പോ ആശ്വസിപ്പിക്കാൻ അവിടെ ആരുമില്ല, മറിച്ച് വലഹും, അവർക്ക് അവിടെയുള്ളത് മഖാമിഅ് മിൻ ഹദീദ്, കാരിരുമ്പിനാൽ തീർത്തിട്ടുള്ള ചുട്ടുപൊള്ളുന്ന നരകീയമായ ഹാമറുകൾ കൊണ്ടുള്ള അടിയാണ് അവർക്ക് അവിടെ കിട്ടുന്നത്. اللهم اعتقنا من النار اللهم اعتقنا من النار اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وذرياتنا من النار. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സഹോദരന്മാരെ, തീർന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ഒരു നടത്തം, റബ്ബിന്റെ മാർഗത്തിലേക്കുള്ള ഒരു വിയർപ്പ്, റബ്ബിന്റെ മാർഗത്തിലേക്ക് ശരീരത്തിൽ ഒരു പൊടി, ഒരു അഴുക്ക് പുരളൽ, അത് ജഹന്നമിൽ നിന്ന് നമുക്ക് രക്ഷയേകുന്ന കാര്യമാണ്. അള്ളാന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരടി നടന്ന് അവൻ ഒരു പൊടി പുരളേണ്ടി വന്നാൽ ആ കാൽപാദങ്ങൾക്ക് പിന്നെ നരകത്തി ഹറാമാണ്. 5 നേരം പള്ളികളിലേക്കുള്ള നടപ്പ്, അതുപോലെ തന്നെ ദീനിന്റെ സദസ്സുകളിലേക്കുള്ള നടപ്പ്, ഒരു രോഗിയാണെന്നറിഞ്ഞ് രോഗിയെ കാണാനുള്ള നടപ്പ്, ഒരു ജനാസയിൽ പങ്കെടുത്ത് അതിൻ്റെ പിന്നാലെ നിസ്കരിക്കാനും ഖബർസ്ഥാനിലേക്കുമുള്ള നടപ്പ്, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഒരു കാര്യം ഒരു ഓഫീസിൽ നിന്ന് സാധിച്ചു കൊടുക്കുവാൻ അതറിയാത്ത പാവപ്പെട്ടവന്റെ കൂടെ കുറച്ചു നേരം പോയുമ്പോൾ ഒന്ന് നടക്കുന്ന നടപ്പ്, ഏതൊക്കെ ഫീസബീലില്ലയിലുള്ള നടപ്പുണ്ടോ അതൊക്കെ നമ്മെ നരകത്തിയിൽ നിന്ന് അകറ്റുന്നതാണ്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെയൊക്കെ പുറമേ സൽസ്വഭാവി അകലല്ലാതെ നരകത്തിയിൽ നിന്ന് കാവലി കിട്ടാൻ വേറെ നിവൃത്തിയില്ല. നല്ല സ്വഭാവമാകണം, എല്ലാവരോടും നല്ല പെരുമാറ്റമാകണം. മൻകാന ഹയ്യിന ലയ്യിന ഖരീബാ ഹറമഹുല്ലാഹു അലന്നാർ. ആരെങ്കിലും സൽസ്വഭാവിയായാൽ, മൃദുല മനസ്കനായാൽ, ജനങ്ങളോട് ഏത് കാര്യത്തിനും നല്ല നിലക്ക് ഇടപെടുന്ന അടുപ്പമുള്ളവനായാൽ അവനാണ് സ്വർഗം, അവന് നരകത്തി നിഷിദ്ധമാണ്. ശ്രദ്ധിക്കണേ, ഈ വിഷയം വളരെ ശ്രദ്ധിക്കണേ. നമുക്ക് ഇടപെടേണ്ടുന്ന എത്രയോ ആളുകളുണ്ട്. അതിലൊന്നാമത്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരോട് മോശമായി ഇടപെട്ടിട്ട് നീ എന്ത് ലൈലത്തുൽ ഖദറാടോ പ്രതീക്ഷിക്കുന്നത്? ഉമ്മയോട് പിണങ്ങി പിരിഞ്ഞു നിന്നിട്ട്, ഉമ്മയോട് തെറി പറഞ്ഞിട്ട്, ഉമ്മയെ ഉറക്കെ ശകാരിച്ച് വിരട്ടി വർത്തമാനം പറഞ്ഞിട്ട്, തള്ളേ കളവി എന്നൊക്കെ വിളിച്ചിട്ട് അനാദരിച്ചിട്ട്, അവഗണനകൾ ഇഷ്ടം പോലെ വാരിക്കോരി ഉമ്മബാപ്പമാരുടെ നേർക്ക് ചൊരിഞ്ഞിട്ട് നീ ആരോടാടോ അല്ലാഹുമ്മ അഅ്തിഖ്നീ മിനന്നാർ എന്ന് പറയുന്നത്? മാപ്പിരക്കണം പോയിട്ട് ഉമ്മയോട്, ഉപ്പയോട്, ബന്ധപ്പെട്ടവരോട് നീ ഏറ്റവും നല്ല പെരുമാറ്റം. ഛേ എന്ന വാക്ക് പോലും ജീവിതത്തിൽ പറയാതെ, ഷേ എന്നൊരു വാക്ക് പോലും ജീവിതത്തിൽ പറയാതെ ഉമ്മബാപ്പമാരെ പൊന്നുപോലെ നോക്കിക്കോ. ഇനി അവർ മരിച്ചുപോയോ വിഷമിക്കണ്ട. നിരന്തരം നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉമ്മാക്ക് പൊറുക്കാൻ ദുആ ചെയ്തോ, ഉപ്പാക്ക് പൊറുക്കാൻ ദുആ ചെയ്തോ, അവരുടെ ഖബറിലേക്ക് അത് എത്തിക്കൊണ്ടേയിരിക്കും. മുറിയാത്ത പ്രതിഫലമാണ്. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു മോനുണ്ടാവട്ടെ. ആലോചിക്ക് നിങ്ങൾ, അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ നല്ല നിലക്കാണോ വർത്തിക്കുന്നത്? അതല്ല, ആ ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ എൻ്റേതായ രീതിയുണ്ട്, എൻ്റേതായ വേഷമുണ്ട്, എൻ്റേതായ സ്വഭാവമുണ്ട്, എൻ്റേതായ തീരുമാനങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരിയായി ഭർത്താവിനോട് പെരുമാറുന്നുവോ? നീ അല്ലാഹുവോട് എനിക്ക് നരകത്തിയിൽ നിന്ന് കാവല് കിട്ടണം എന്ന് പറഞ്ഞിട്ട് എന്ത്
പ്രയോജനമാണ് പെങ്ങളെ ഉള്ളത്. ഭർത്താവിനോട് നല്ല നിലക്ക് ഇടപെട്ടോളൂ, എങ്കിലേ സ്വർഗം കിട്ടൂ, നരകത്തി നമുക്ക് നിഷിദ്ധമാകൂ. ഓ ഭർത്താക്കളെ, നിങ്ങളോടും പറയാനുണ്ട്, അതല്ല പറഞ്ഞ കാര്യമാണ്. വാശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് നിങ്ങൾ ഇടപെടണേ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ ഭാര്യയോട് ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് പെരുമാറുന്നവനാണ്. അത് ശ്രദ്ധിക്കണം മക്കളെ, മാതാപിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉപ്പമാരെ, ഉമ്മമാരെ, മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്തും തസ്കിയത്തുമൊക്കെ വേണ്ട നാളിലങ്ങ് കൃത്യമായി കൊടുത്തോളണം. അയൽപ്പക്കക്കാരോടുള്ള നല്ല പെരുമാറ്റം, സ്നേഹിതന്മാരോടുള്ള നല്ല പെരുമാറ്റം, നാട്ടുകാരോടും വീട്ടുകാരോടും അന്യമതസ്ഥരോട് പോലും ആരൊക്കെയുണ്ടോ നമ്മൾ ഇടപെടുന്നവർ, അവരോടൊക്കെ നീ ഹയ്യിനായിക്കോ, ലയ്യിനായിക്കോ, ഖരീബായിക്കോ. എങ്കിൽ ഹറമഹുല്ലാഹു അലന്നാർ. നരകത്തിയെ അവന്റെ മേലും അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ടാകും. റോഡുകളിൽ വാഹനമോടിക്കുമ്പോൾ ക്ഷമ വേണം മുസ്ലിമീങ്ങളെ. പാർക്കിങ്ങിന്റെ നിയമങ്ങൾ പാലിക്കണം. സഹോദരങ്ങളോട് കയർത്ത് സംസാരിക്കുക. ആ ഒരു രൂപത്തിൽ അവരിങ്ങോട്ട് കയർത്താൽ പോലും അങ്ങോട്ട് കയർക്കാതെ സംസാരിക്കാനൊന്ന് പഠിക്കണം. വിദ്യാഭ്യാസം വേറെയാണ്, സർട്ടിഫിക്കറ്റുകൾ വേറെയാണ്, ഷഹാദകൾ വേറെയാണ്, അദബൊന്ന് വേറെയാണ്. അദബ് ആദ്യം പഠിക്കണം. നമ്മളോട് ഇങ്ങോട്ട് മോശപ്പെട്ട് സംസാരിക്കുന്നവരോട് പോലും വിട്ടുവീഴ്ച ചെയ്യണേ. സ്വർഗം വേണോ അതോ നരകം വേണോ? സ്വഭാവം കൊണ്ട് നമ്മളൊന്ന് തീരുമാനിക്കണം. റോട്ടിൽ വെച്ച് തിരക്ക് പിടിച്ചു പോകുമ്പോൾ നമ്മെ കവർ ചെയ്ത് പോകുന്നവരുണ്ടാകും, നിയമം തെറ്റിക്കുന്നവരുണ്ടാകും. അവനെ തെറി വിളിക്കാൻ നമ്മൾ ആ വിധത്തിൽ ഒരുങ്ങരുത്. നമുക്കൊരു ക്ഷമ വേണം. എവിടെയും മുസ്ലിമിന് മുസ്ലിം എന്ന ഐഡന്റിറ്റി വേണം. മുസ്ലിം ഒരിക്കലും ലാ യഫഹശു, അവൻ തെറി വിളിക്കൂല, അവൻ ചീത്ത പറയൂല, അവൻ അസഭ്യവാക്കുകൾ പറയുന്നവനല്ല. എത്ര ദേഷ്യം പിടിച്ചാലും ഈ നാവ് കൊണ്ട് അസഭ്യം പറയരുത് മുസ്ലിമീങ്ങളെ, അത് അല്ലാഹു പൊരുത്തപ്പെടൂല. അതുകൊണ്ട് എല്ലാവരോടും നല്ല നിലക്ക് ഇടപെടണം. മുതലാളിമാര് തൊഴിലാളികളോട് നല്ല നിലക്ക് വർത്തിക്കണം. തൻ്റെ അധികാരത്തിലുള്ള തൻ്റെ കീഴിലുള്ള ആളുകളല്ലേ എന്ന നിലക്കല്ല, നീതി അവരോട് പാലിക്കണം. ഓ തൊഴിലാളികളെ, നിങ്ങൾ ഏറ്റിട്ടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിങ്ങൾ വീഴ്ച കൂടാതെ നിർവഹിക്കണം. ഇങ്ങനെ ഓരോരുത്തരും ഇടപെടുന്ന ഇടങ്ങളിലെല്ലാം ഹയ്യിനും ലയ്യിനും ഖരീബുമായാൽ അവന് അല്ലാഹു നരകത്തിയെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇനി അതാ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരാൾക്ക് 3 പെൺമക്കളുണ്ട്, അല്ലെങ്കിൽ 3 പെങ്ങന്മാരുണ്ട്. ആ 3 പെൺകുട്ടികളെ അതല്ലെങ്കിൽ 3 പെങ്ങന്മാരെ അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുത്ത്, അവർക്ക് ആവശ്യമായ തെർബിയത്ത് കൊടുത്ത്, അവർക്ക് ആവശ്യമായ നിലക്കവരെ വളർത്തിക്കൊണ്ടുവരാൻ ക്ഷമ കാണിക്കുന്ന ഏതൊരു ബാപ്പയുണ്ടോ, ഏതൊരു ആങ്ങളയുണ്ടോ, ഇല്ലാ കുന്നലഹു സിത്റം മിനന്നാർ. നരകത്തിയിൽ നിന്ന് ആ കുഞ്ഞു പെൺകുട്ടികൾ, ആ പെങ്ങന്മാർ ഈ മുസ്ലിമായ മനുഷ്യന് മറയാണ്. ഇസ്ലാമിന്റെ കാരുണ്യം നോക്ക്. പെൺകുട്ടികളായി കഴിഞ്ഞാൽ ജനിക്കുന്നതൊക്കെ പെണ്ണാണെന്നറിഞ്ഞാൽ എത്ര കുടുംബങ്ങൾക്കാണ് അരോചകമാകുന്നത്. അതേ, ഈ വയറ്റിൽ ഊറിയിരിക്കുന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ അതിനെ കശാപ്പ് ചെയ്യാൻ എത്ര ക്ലിനിക്കുകളാണ് നമ്മുടെ ലോകത്ത് സജീവമായിട്ടുള്ളത്. പണ്ടത്തെ കാട്ടറബികൾ ജനിച്ചത് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന സംസ്കാരത്തെക്കാളും അപ്പുറം ഇന്നും അത് അധുനാധുന വിധത്തിലുള്ള സംവിധാനങ്ങളോടെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ കാര്യത്തിലും പെങ്ങന്മാരുടെ കാര്യത്തിലുമൊക്കെ ഏറെ ശ്രദ്ധ പുലർത്തിയവർക്ക് സ്വർഗമാണ്, നരകത്തി നിഷിദ്ധമാണെന്ന നിലക്ക് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി സഹോദരന്മാരെ, അടിമമോചനത്തെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒരടിമയെ മോചിപ്പിച്ചാൽ ആ ഒരടിമയെ മോചിപ്പിച്ചതിന് പകരം നമ്മെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതിന് നമുക്കിന്ന് സൽക്കർമ്മം ചെയ്യാൻ ഇവിടെ അടിമകളില്ലല്ലോ, അടിമകളെ മോചിപ്പിക്കാൻ നമുക്കിവിടെ അടിമകളില്ലല്ലോ. പക്ഷേ ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങുമായി പോകരുത്.
ഞാൻ നിങ്ങളോട് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് ബദലായി, അഥവാ നമ്മുടെ തടിയെ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് കാരണമാകുമെന്ത്? ഒരടിമയെ മോചിപ്പിക്കൽ. എന്നാൽ ഇന്ന് അടിമമോചനം എന്ന് പറയുന്ന പുണ്യകർമ്മം നമുക്ക് മുമ്പിലില്ല. പക്ഷേ അതിന് സമാനമായ ചില എളുപ്പ വഴികളുണ്ട്. അത് നമുക്കൊന്ന് ചെയ്തുകൂടെ? സാമ്പിളിന് ഒന്ന് മാത്രം ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ഒരു ദിവസം 100 തവണയെങ്കിലും പറഞ്ഞാൽ കാനത്ത് ലഹു ഇദ്ല അശ്രി റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലിയാണവന്. 10 അടിമകളെ മോചിപ്പിച്ചതിന്റെ തുല്യമാണ് ഒരു ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ വകുതിബ ലഹു 100 ഹസന, 100 നന്മകൾ അവന് രേഖപ്പെടുത്തുകയായി. അവനിൽ നിന്ന് 100 തിന്മകൾ മായ്ക്കപ്പെടുകയായി. തീർന്നില്ല, അതവൻ രാവിലെ പറയുമ്പോൾ വൈകുന്നേരം വരെ വകാനത്ത് ലഹു ഹിർസം മിനശ് ശൈത്താൻ, നമ്മെ നരകത്തിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഠിനാധ്വാനവും കഠിന പ്രതിജ്ഞയും ചെയ്തിറങ്ങിപ്പോന്ന ചെകുത്താന്റെ ഷർറുകളിൽ നിന്ന് നമുക്കത് വൈകുന്നേരം വരെ കാവലാണേ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മാ പെങ്ങളെ, ഓ സഹോദരാ, നമ്മുടെ ജീവിതത്തിൽ ഒരു 100 വട്ടമെങ്കിലും ഈ ദിക്ർ ചൊല്ലാൻ നമ്മിൽ എത്ര പേർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്? അവസരം വന്നാൽ തന്നെ നമ്മളൊക്കെ എത്ര പേരത് ചെയ്യാറുണ്ട്? നമുക്കെന്ത് മടിയാ ഒരു 100 തവണ ഇതൊക്കെ ചൊല്ലാൻ എത്രത്തോളം എളുപ്പമാണ്. അതേപോലെ തന്നെ ചിന്തിക്കൂ, ഗീബത്ത് പറയുന്ന സദസ്സുകൾ. എനിക്ക് എൻ്റെ ഒരു സഹോദരനെ കുറിച്ച് മറ്റുള്ളവർ വേണ്ടാത്തത് പറയുമ്പോൾ, മറ്റൊരാളെ കുറിച്ച് വേണ്ടാത്തത് പറയുന്നത് കേൾക്കുമ്പോൾ സാധ്യമാകുമെങ്കിൽ ഞാൻ ആ പരിപാടി നിർത്താൻ പറയണം. എനിക്കിത് കേട്ട് നിൽക്കാനാവില്ല. വേറെ എന്തെങ്കിലും വർത്തമാനം പറയൂ. ആളുകൾ കൂടിയിടത്തൊക്കെ അപരന്റെ പച്ചമാംസം കൊത്തിവലിക്കൽ എന്നൊരു ഹോബിയാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, ഇത് നിലനിൽക്കുന്നൊരു വല്ലാത്ത ഒരു ദുരന്തമാണ്. അതുകൊണ്ട് ആ സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ച് മോശമായി ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ അത് കേട്ടുകൊടുത്ത് നിന്നുകൊടുക്കൽ തെറ്റാണ്. ഒന്നുകിൽ അത് തടയണം, അല്ലെങ്കിൽ അവിടെ നിന്ന് തടയാനാവാത്ത സദസ്സാണ്. തനിക്കതിന് സാധ്യമാണെങ്കിൽ അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ച് അത് കേൾക്കാത്ത സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകണമെന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഇനി സൂചിപ്പിക്കുന്നത്. അതേ, ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ചുള്ള ഗീബത്ത് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചാൽ കാന ഹഖൻ അലല്ലാഹ് അൻ യുഅ്തിഖഹു മിനൻ നാർ, നരകത്തിൽ നിന്ന് അവനെ ഇത്ഖ് ചൊല്ലാൻ അല്ലാഹു അതിനൊരു പ്രത്യേകമായി അത് കാരണമായി അവൻ ഒരു ഹഖായി കൊണ്ടവൻ ഏറ്റെടുത്ത കാര്യമാണ്. എത്രയെത്ര കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഓ പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് ചില സൂചനകളെ ഞാൻ നൽകിയിട്ടുള്ളൂ. ഇനിയും ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് നരകത്തിയിൽ നിന്ന് നമുക്ക് ഇത്ഖ് ചൊല്ലപ്പെടാനുള്ള നിമിത്തങ്ങളായി മാറുന്നത്. നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പ് അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയാണ്. നോമ്പ് ഒരു തടുക്കാനുള്ള മാധ്യമമാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനൻ നാർ, നരകത്തിയെയാണ് നമ്മൾ നോമ്പ് മുഖേന തടുക്കുന്നത്. നമ്മുടെ നാവിന് കൺട്രോൾ ഉണ്ടായിപ്പോയി, കണ്ണിന് കൺട്രോൾ വന്നു. അതേ, ഐനുൻ ഖല്ലത്ത് അൻ മഹാരിമില്ലാ, റഹ്മാനായ റബ്ബ് അരുതെന്ന് പറഞ്ഞിടത്തേക്ക് ഈ കണ്ണുകൾ നോക്കാതെ ആ കണ്ണുകൾ ചിമ്പിയവർക്ക് അതേ നരകത്തി നിഷിദ്ധമാണ്. ആ കണ്ണുകളെ നരകാഗ്നി സ്പർശിക്കൂല. അത് നമ്മൾ പ്രത്യേകമായി ചിന്തിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഉമ്മമാരെ, നോമ്പെടുക്കുന്ന എത്ര പെണ്ണുങ്ങളാണ്, പക്ഷേ വേഷത്തിൽ മാറ്റമില്ല. റഹ്മാനായ റബ്ബിനെ കോപിപ്പിക്കുന്ന വേഷമെടുത്തിട്ട് എന്തിനാ പെങ്ങളെ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിൽ നരകത്തിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് ദുആ ചെയ്യുന്നത്? കാരണം മുത്തു മുസ്തഫയല്ലേ പറഞ്ഞത്, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത നിലക്കാണ് നമ്മുടെ ഉമ്മപെങ്ങന്മാരും ഭാര്യമാരും നടുറോട്ടിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ, അന്യരുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ലാ യദ്ഖുൽ
യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, തീർന്നില്ല. വലാ യജിദിന റീഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ പരിമളം കാതങ്ങളോളം അപ്പുറം അടിച്ചു വീശുന്ന വലിയ വലിയ സുഗന്ധത്തിന്റെ ആ കേദാരമായ സ്വർഗം, അതിന്റെ പരിമളം പോലും കേൾക്കുന്നിടത്തേക്ക് പെണ്ണിനെ അടുപ്പിക്കൂലെന്ന് വന്നാൽ വേഷത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഉമ്മമാരെ, പെങ്ങന്മാരെ. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട്, സഹോദരന്മാരോട് ഞാൻ പറയാണ്, ഇതാ പെരുന്നാളിന് നിങ്ങൾ ഡ്രസ്സ് എടുത്തു കൊടുക്കും, ഇവിടെയുള്ള കുടുംബത്തിനും എടുക്കും, നാട്ടിലുള്ളവർക്കും നിങ്ങൾ എടുക്കും. അതേ ടെക്സ്റ്റൈലുകളിൽ എന്തൊരു തിരക്കാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും കടയിടമകൾക്ക് നോമ്പ് തുറക്കാനാവാത്ത നിലക്ക് ആളുകളെ ആയിരക്കണക്കിന് കടകളുടെ ഉള്ളിലാക്കി ഷട്ടർ താഴ്ത്തേണ്ടി വരുന്ന വിധത്തിൽ നമ്മുടെ മുസ്ലിം മാപ്പിള പെണ്ണുങ്ങൾ അങ്ങനെ ആടിപ്പാടി തിമർക്കുന്നു. റമദാനിന്റെ അവസാനത്തെ 10 പകലുകളിൽ അവർ ടെക്സ്റ്റൈൽസുകളിലാണ്, അവർ കടകളിലാണ്, അവർ അങ്ങാടികളിലാണ്, അവർ നാടോടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിയന്ത്രിച്ചുകൂടെ? നമ്മുടെ പെങ്ങന്മാര്, ഉമ്മമാര്, നമുക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ? അവർക്ക് ഡ്രസ്സ് ഉടുത്തു കൊടുക്കുമ്പോ അള്ളാഹ്ക്ക് കോപമുള്ള വസ്ത്രം ഉടുത്തു കൊടുക്കല്ലേ. അത് ഭാര്യയുടെ ഇഷ്ടമല്ലേ, പെങ്ങളുടെ ഇഷ്ടമല്ലേ എന്നൊന്നും പറയല്ലേ. കുല്ലുക്കും റായിൻ, നിങ്ങൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ്. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ നിന്റെ ഭാര്യയുടെ വേഷം നിന്നോടും ചോദിക്കും, നിന്റെ മകളുടെ വേഷം നിന്നോടും ചോദിക്കും. നിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ആരൊക്കെയുണ്ടോ? വകുല്ലുക്കും മസ്ഊലും അൻ റഇയതിഹി, ഓരോരുത്തരും തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോ. മോളെങ്ങനെയാ പുറത്തു പോകുന്നത്? ഏത് ഡ്രസ്സാ മോൾ ഉടുക്കുന്നത്? ബാപ്പയായാ പോരാ, ബാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് അതേ ചോരനീരാക്കി അധ്വാനിച്ച് ഡ്രാഫ്റ്റും പണവും അയക്കല് മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി. അങ്ങനെ പണം വാരുവാനുള്ള ATM മെഷീനുകളായി നമ്മുടെ പ്രവാസികളെ നിങ്ങൾ മാറരുത്. ഇതിനൊക്കെ കണക്ക് തീർക്കേണ്ട ഒരു ലോകം വരുമ്പോ ഇതേ മോള്, ഇതേ ഭാര്യ, ഇതേ പെണ്ണ് നിന്നെ നോക്കിയിട്ട് പരലോകത്ത് പറയും, എന്നോട് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ, എനിക്ക് തസ്കിയത്ത് തരേണ്ട കാലത്ത് എനിക്ക് തസ്കിയത്ത് തരാതെ എന്നെ വിട്ടേച്ച ബാപ്പയാണിത്. ഒന്നിങ്ങ് കാണിച്ചതാ അല്ലാ. നജഅൽഹുമാ, ഞാൻ അവരെ ആക്കട്ടെ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിന്റെ കീഴെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ. അതേ മനുഷ്യരെല്ലാം അന്നങ്ങനെ കൊതിക്കുന്ന ദിവസമാണ്. ബാപ്പയെ തരാം, എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാമോ? ഉമ്മയെ കൊണ്ടുപോയിക്കോ, എന്നെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാമോ? മാറോടണച്ച് കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കുന്ന ഉമ്മമാരെ, മോളെ വേണ്ട മോനെ വേണ്ട, എടുത്തോ നരകത്തിലേക്ക്, എന്നാലും എന്നെ വന്ന് രക്ഷിക്കാമോന്ന് ഉമ്മമാര് കേഴുന്ന ലോകമാണ്. ബാപ്പയെ, മക്കളെ, അതുപോലെ തന്നെ ഭാര്യയെ, ഭർത്താവിനെ, സഹോദരിയെ, സഹോദരനെ എന്നു വേണ്ട ലോകം മുഴുവൻ തരാം. അല്ല, ഈ ഭൂമിയിലുള്ളതിന്റെ 2 ഇരട്ടി തരാം. അല്ലാഹ് യവദ്ദുൽ മുജ്രിം ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ വജമഅ ഫഔആ. എന്താ അതൊക്കെ വചനങ്ങൾ? എന്താണ് സഹോദര? നരകത്തിയിൽ നിന്ന് കാക്കണേ അല്ലാന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് മിന്നി മറയണം. ബാപ്പ പറയാണ് എന്റെ മക്കളെടുത്തോ, ഭർത്താവ് പറയാണ് എന്റെ ഭാര്യയുടെ നരകത്തിലിട്ടോ, ഭാര്യ പറയാണ് എന്റെ ഭർത്താവിനെ നരകത്തിലിട്ടോ, ഉമ്മ പറയാണ് മക്കളെ നരകത്തിലിട്ടോ. ആരെ ഇട്ടാലും വേണ്ടില്ല, എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ദുന്യാവ് മുഴുവൻ തരാം, ദുന്യാവിന്റെ അത്ര കൂടി ഇരട്ടി തരാം. മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളതും മുഴുവനും തരാം. എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമോ? അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ എത്ര കടുപ്പപ്പെട്ടതായിരിക്കും നരകം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരവർ തന്നെ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ.
ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. വല്ലാത്തൊരു രാത്രിയാണിന്ന്. ഖദറിൻ്റെ രാത്രി ആവാൻ ഏറെ സാധ്യതയുള്ള ദിവസം 21-ാം രാവ്. നാളെയും ആവാം, 22-ാം രാവുമാകാം, ഏതുമാവാം. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയുമാവാം, ഇരട്ടയുമാവാം. ഇതാ ഇവിടെ ഇരിക്കുന്നു. അതേ, അല്ലെങ്കിൽ തന്നെയും റബ്ബിന്റെ ഭവനത്തിൽ ഖുർആനോദി വിശദീകരിക്കുന്ന സദസ്സുകളിൽ മലക്കുകൾ പൊതിയുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേ അവസരത്തിൽ ഇന്നത്തെ രാത്രി ഖദറിന്റെ രാത്രി കൂടിയാണെങ്കിലോ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, റബ്ബിന്റെ മലായികത്തുകൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഭൂമിയിലെ ചരൽ കല്ലുകളെക്കാളും അപ്പുറം ഒരു വിരൽ ഈ ഭൂമിയിൽ വെക്കാനുള്ള പഴുതുപോലും ഇല്ലാത്തത്ര ഈ ഭൂമിയിൽ മലക്കുകളെ കൊണ്ട് തിങ്ങി ഞെരിഞ്ഞു നിൽക്കുന്ന നേരമാണ് എന്ന് പറയപ്പെട്ട സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്നോടാണ്, എന്നോടാണ്, എന്നോടാണ്. നാലാമതായി നിങ്ങളോടാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ ഗൗരവത്തോടെ ഇരുനരകത്തിയെ കുറിച്ച് നമ്മൾ അല്ലാഹുവോട് തേടുമ്പോ ആ നരകത്തിയെ കുറിച്ച് ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കൃത്യമായി തന്നെ കൊണ്ടുവന്നുകൊണ്ട് ആ വിധത്തിൽ നമ്മുടെ മനസ്സുകളെ നമ്മൾ കൃത്യമായി തന്നെ ഒരുങ്ങുന്ന വിധത്തിലാക്കി തീർക്കണമെന്നാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയുവാനുള്ളത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നിരന്തരം നമ്മൾ തേടുക. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ വഅഅ്തിഖ് റിഖാബനാ വറിഖാബ ആബായിനാ വഉമ്മഹാതിനാ വഅസ്വാജിനാ വദുർരിയാതിനാ മിനന്നാർ. ഈ രാത്രി തീരുവോളം സുബഹി വരെ നമുക്ക് എത്ര പേർക്ക് ഉറങ്ങാതിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കഴിയുന്നവര് ഉറങ്ങാതിരിക്കുക, റബ്ബിനോട് തേടുക. ഉറക്കം വല്ലാതെ വരുന്നുണ്ടോ? ഒരു 5 മിനിറ്റ് ദീർഘ ഉറക്കല്ലാത്ത നിലക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കുക. ദീർഘ ഉറക്കാവാത്ത വിധത്തിലുള്ളൊരു ഉറക്ക്, ഒരു ഉന്മേഷം കിട്ടാൻ ഒരു 10 മിനിറ്റ് ഉറങ്ങി എഴുന്നേറ്റ് എന്തിനാണോ കഴിയുക അങ്ങനെ ചെയ്യുക. നാളെ അധികം ആളുകൾക്കും നാളെ ഓഫല്ലേ, നാളെ ഞായറാഴ്ച ഒഴിവാണ്, ഞായറാഴ്ച ഒഴിവാണ്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശ്രമിക്കാൻ പറ്റും. നമ്മളൊന്ന് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം അതാണെങ്കിലോ, ഇന്ന് ഖദറിൻ്റെ രാത്രിയാണെങ്കിലോ നമുക്കത് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബിൻ്റെ ഈ ഭവനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം ഇത്ഖും മിനന്നാർ പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ നമ്മേക്കാൾ അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു നമുക്ക് എല്ലാ അർത്ഥത്തിലും മഗ്ഫിറത്ത് നൽകിക്കൊണ്ട്, നമുക്ക് ഇത്ഖ് നൽകിക്കൊണ്ട് നമ്മെ അവൻ നരകത്തിയിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ സകല അമലുകളും എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമായ നിലക്ക് റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ രാജ്യത്ത് ഇവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ മതകാര്യ വകുപ്പ് നമുക്കിതുപോലെയുള്ള എത്രയെത്ര സൗകര്യങ്ങളാണ് ചെയ്തു തരുന്നത്. നമ്മുടെ അജ്മാനിലെ മർക്കസ് തഹ്ഫീദുൽ ഖുർആൻ, ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അജ്മാനിലുള്ള തഹ്ഫീദുൽ ഖുർആനിൻ്റെ സെൻറ്റർ, നമുക്കറിയാം ഇവിടെയുള്ള പരിസരത്തുള്ള ആളുകളും എല്ലാവരും ഖുർആൻ പഠിക്കാനും ഹദീസുകൾ പഠിക്കാനും മക്കളെ പഠിപ്പിക്കാനുമൊക്കെ ആ സെൻറ്റർ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആ സെൻറ്ററുകളെ അറിയണം. അങ്ങനെ ഖുർആൻ പഠിക്കാൻ നമുക്ക് ഇവിടുത്തെ ഷെയ്ഖ് സായിദ് റഹിമഹുല്ല, അദ്ദേഹം പണ്ടുകാലത്തെ തുടങ്ങി വെച്ചതാണ് ഈ വിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹവും. അതുപോലെ തന്നെ രാജ്യത്തൊട്ടാകെ സായിദ് ഫൗണ്ടേഷനുകൾ ഇസ്ലാമികമായ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ഈ രാജ്യത്ത് നിന്ന് കോടികളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. അത്രയും ഒരുപാട് നന്മകൾ ഈ രാജ്യം പ്രസരിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകരുത്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന നിഅമത്തുകളാണ്. നമുക്ക് കിട്ടുന്ന ഖുതുബകൾ, നമുക്ക് കിട്ടുന്ന ഉത്ബോധനങ്ങൾ, നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് നൽകിയതിനോട് ശാക്റുകളായിരിക്കണം നമ്മൾ. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോഴും ഖുർആനിനോടൊക്കെ പുറംതിരിഞ്ഞ് നിന്ന് നന്മകളുടെ സദസ്സുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുണ്ടാകും. ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ രാജ്യത്തിന്, ഇവിടുത്തെ മതകാര്യ വകുപ്പിന് വേണ്ടി, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർക്കൊക്കെ നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ അല്ലാഹുവേ നീ തൗഫീക്ക് നൽകണേ എന്ന് ഇവിടുത്തെ ഹുക്കാമുകൾക്ക് വേണ്ടി, ഭരണകൂടത്തിന് വേണ്ടി നിരന്തരം നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളൊരു വിഹിതം മാറ്റിവെക്കണം. അവർക്ക് നല്ലത് തോന്നാൻ, നല്ലത് നടപ്പിലാക്കാൻ, ഈ രാജ്യത്തെ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരവസ്ഥ ഇവിടെ സംജാതമാക്കുവാനുള്ള എല്ലാ പ്രോഗ്രാമുകളും പ്ലാനുകളും നടപ്പിൽ വരുത്താൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് തൗഫീക്ക് കൊടുക്കണേന്ന് നമ്മളുടെ പ്രാർത്ഥനകളിൽ നമ്മളൊരു ഭാഗം നീക്കിവെക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങളെ കാവൽ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ
وزكها أنت خير من زكاها أنت وليها ومولاها اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم ارحم الشيخ زايد رحمه الله والشيوخ الإمارات الذين انتقلوا إلى جوارك يا أرحم الراحمين اللهم وفق اللهم احفظ دولة الإمارات وأدم عليها الاستقرار والأمان اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما تقبل الله منا ومنكم صالح الأعمال اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.